കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് സംഭവിച്ചത് എന്താണ് എന്ന അന്വേഷണം DGCA നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പരിണിതപ്രജ്ഞനായ ഒരു പൈലറ്റായിരുന്നു ആ വിമാനം പറത്തിയത്. തെറ്റായ ദിശയിൽ വിമാനം ഇറക്കിയതാണ് അപകടത്തിന് കാരണം എന്നാണ് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ റിപ്പോർട്ട്. എന്തായാലും അന്വേഷണ ഫലം പുറത്തുവരും മുൻപ് ദേശീയ തലത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിനെതിരായ വലിയൊരു പ്രചാരണം നടക്കുകയാണ്. റൺവേ വികസനം വേണമെന്ന ആവശ്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. ടേബിൾ ടോപ്പ് റൺവേക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ധാരാളം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വിമാനത്താവളത്തിന് ഒരു സ്പീഡ് അറസ്റ്റർ ഉണ്ടായിരുന്നില്ല എന്ന വാദവും മറുവശത്ത് നിലനിൽക്കുന്നു. ഇതിനിടെ പൈലറ്റ് തെറ്റായ ദിശയിൽ വിമാനമിറക്കി അതിന് ഓവർഷൂട്ട് നടത്തിയതാണ് അപകടത്തിന് കാരണമെന്ന തരത്തിലുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നു. എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് കരിപ്പൂർ വിമാനത്താവളം എന്തോ ഒരു വലിയ പ്രശ്നമുള്ള വിമാനത്താവളമാണ് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ധാരാളം പ്രചാരണങ്ങൾ നടക്കുകയാണ് ദേശീയ തലത്തിൽ. എന്താണ് അതിന് പിന്നിൽ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ അന്വേഷിക്കുന്നത്. മറ്റൊന്ന്, വിമാനത്തിന് എന്തായിരിക്കാം സംഭവിച്ചത് എന്ന ചർച്ചയും. നമ്മുടെ അതിഥികളായി PV അബ്ദുൽ വഹാബ് MP, എയർ പൈലറ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ പ്രതിനിധി ക്യാപ്റ്റൻ സാം തോമസ്, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, ഈ വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന യൂജിൻ യൂസഫ് എന്നിവരാണ്. ആദ്യം PV അബ്ദുൽ വഹാബ് MPയിലേക്ക്. ശ്രീ വഹാബ്, ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് അറിയാം, ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട്, അതുപോലെ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ട് എന്ന അർത്ഥത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് എതിരെ 10 വർഷം മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ധാരാളം വരുന്നുണ്ട്. അപകടത്തിന് കാരണം വിമാനത്താവളത്തിൻ്റെ എന്തോ ഒരു കുഴപ്പമാണ് എന്ന ധ്വനിയാണ് ആ റിപ്പോർട്ടുകൾക്കുള്ളത്. അത്തരം ആരോപണങ്ങൾ നിരവധി കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. DGCAയിൽ പ്രവർത്തിച്ചിരുന്നവർ തന്നെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ്? ഇത് കാലിക്കറ്റ് എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. കൂടുതൽ ശ്രദ്ധ വേണ്ട എയർപോർട്ടാണ്. അതിന് പറ്റിയ പൈലറ്റുമാരും അവിടെ പരിചയമുള്ള ആൾക്കാരാണ് സാധാരണ ഇവിടെ വരാറുള്ളത്. അത് കോഴിക്കോടിന്റെ പ്രത്യേകത ഉണ്ട് എന്നുള്ള എല്ലാ ഈ ഇപ്പൊ നമ്മുടെ ചർച്ചിലുള്ള മിസ്റ്റർ സാം ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. പക്ഷെ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനേക്കാളും വളരെ ചാലഞ്ചിങ് എയർപോർട്ട് ഇന്ത്യയിൽ വേറുണ്ട്, ലോകത്തിൽ പല സ്ഥലത്തുണ്ട്. ആ നിലക്ക് ഇത് എന്തോ ഒരു ഭീകരമൊന്നും അല്ല, പക്ഷെ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണെന്ന് പല പൈലറ്റുമാരും നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും അല്ലാത്തവരും എല്ലാവരും പറയാറുണ്ട്. പക്ഷെ കോഴിക്കോട് എയർപോർട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ചെറിയത് സംഭവിച്ചാലും വലുതാദ്യമാണ്. 35 വർഷമായി പല സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും ബാംഗ്ലൂരും മറ്റൊക്കെ പല എയർ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, A320 വരെ അവിടെ മുമ്പേ തകർന്നത്. പക്ഷെ കോഴിക്കോട് എന്ത് സംഭവിച്ചാലും, അതായത് സ്വർണം പിടിച്ചാലും അങ്ങനെ തന്നെ കോഴിക്കോടിനെ കരിപ്പൂരിന് അത് ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അതിന്റെ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. പല ആൾക്കാർക്കും കോഴിക്കോട് അല്ലെങ്കിൽ കരിപ്പൂര്, മലപ്പുറം എന്ന് കേട്ടാൽ അലർജി ഉള്ള ആൾക്കാർ പല വിഭാഗത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒന്നത്. രണ്ടാമത്തത്, ഈ എയർപോർട്ടിൽ നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് വലുതാക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ആള് അമിതാഭ് കാന്തിന്റെ കൂടെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ ഇതിന് കുറെ കാലം നടന്നതുകൊണ്ട് കുറെ ആൾക്കാരുമായി പരിചയപ്പെട്ടു, ഈ സംഗതിയെ പറ്റിയൊക്കെ അറിഞ്ഞു, ഇതിന്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലായി. പക്ഷെ നമ്മൾ ആ കൂടി നോക്കുമ്പോൾ DGCA അല്ലെങ്കിൽ സിവിൽ ഏവിയേഷന് നല്ല വരുമാനം കൊടുക്കുന്ന, എല്ലാവിധ ലാഭകരമായി നടത്തുന്ന ഒരു എയർപോർട്ട്, അതിന് വേണ്ട സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ അതാത് കാലത്ത് പറയുന്നതൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന് ചെയ്യുന്നുണ്ട്. ഇത് വേറെ പ്രൈവറ്റ് എയർപോർട്ട് ഒന്നുമല്ലല്ലോ ഈ കൊച്ചിനുമായി. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും ഒരു കുറവും ഉണ്ടാകാറില്ല. പിന്നെ ഇതിപ്പോ ചെറിയ വിമാനമാണ് അബദ്ധം പറ്റിയിട്ടുള്ളത്. ഇത് വലിയ വിമാനത്തിനാണെങ്കിൽ എന്തായാലും സ്ഥിതി, ഇത് വലിയ വിമാനത്തിന് രാഷ്ട്രീയ സമ്മർദ്ദം എന്നൊക്കെ പലതും പറയുന്നത് സാധാരണ എത്രയോ വർഷമായി. 1987 തോന്നുന്നു മാധവറാവ് സിന്ധ്യ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയ സമയത്താണ് ആദ്യമായിട്ട് 6000 അന്ന് റൺവേ ഉള്ളൂ. നമ്മൾ വലുതാക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് A320 വിമാനം ഷാർജയിലേക്ക് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ആദ്യം ആഴ്ചയിൽ 2, പിന്നെ ദിവസം പിന്നീടാണല്ലോ അങ്ങനെയൊക്കെ ആയത്. പിന്നീടാണ് നമ്മൾ എയർപോർട്ട് റൺവേ കൂട്ടിയത്. പക്ഷെ റൺവേ ഇനിയും കൂട്ടേണ്ടതുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് ചെയ്യാതിരിക്കാൻ. ചില പ്രത്യേക വിഭാഗം ആൾക്കാർ ഇതിനെതിരായിട്ട് ചുറ്റുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ സ്ഥലം കൊടുക്കാൻ തയ്യാറായാലും കൊടുക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
ഏതായാലും ഇതിന്റെ റൺവേയുടെ എക്സ്റ്റൻഷൻ, എക്സ്പാൻഷൻ ശരിയാക്കണം. റിസ കുറച്ചും കൂടി ആ പറഞ്ഞ പോലെയുള്ള ദൂരത്തിൽ ഉണ്ടാക്കണം. റൺവേ മറ്റതുണ്ടല്ലോ, ആഫ്റ്റർ കഴിഞ്ഞിട്ടുള്ള 200 മീറ്റർ 290 മീറ്റർ. അതേപോലെ സൈഡിലൊക്കെ തെന്നി പോകുമ്പോൾ സൈഡിൽ നമ്മളെ ഇവിടെ മാംഗ്രൂവ് സംഭവിച്ച മാതിരി ഉണ്ടാക്കാൻ സൈഡിൽ കുറച്ച് കൂട്ടേണ്ടതുണ്ട്. സ്ഥലം എടുക്കാൻ കേരള ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത്. എന്നാലേ അവിടെ പണം ചെലവാക്കാൻ പൈസ അവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് സിവിൽ ഏവിയേഷനും ഇവരൊക്കെ ആദ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് എയർപോർട്ടിന്റെ കുറ്റം പറയാ, അവിടെ ആകെ നിർത്തുക, ഇതോട് കൂടിയിട്ട് കോഴിക്കോട് കണക്ഷൻ വേണ്ട എന്നുള്ളൊരു പ്രചരണം തെറ്റാണ്. അപകടങ്ങൾ സംഭവിക്കും, അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ അടുത്ത ദിവസം തന്നെ കാരണം കണ്ടുപിടിച്ചോളും. അത് ഇത്ര തിരക്കൂട്ടേണ്ട കാര്യമില്ല. ശരി, അതിലേക്ക് ഞാൻ വരാം. ശ്രീ അബ്ദുൽ വഹാബ്, ഞാൻ വരാം. ശ്രീ സാം, ടേബിൾ ടോപ്പ് എയർപോർട്ടുകൾ ഇന്ത്യയിൽ ഇതൊന്നും മാത്രമല്ല ഉള്ളത്. മംഗളൂരു എയർപോർട്ടുണ്ട്, അവിടെയും അപകടമുണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ. ടേബിൾ ടോപ്പ് അല്ലാത്ത വിമാനത്താവളങ്ങളിലും നിരന്തരം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപകടത്തിൻ്റെ കാരണം അതിൻ്റെ ഒരു ടേബിൾ ടോപ്പ് സ്വഭാവമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് എത്രമാത്രം യുക്തിസഹമാണ്? ഒന്ന്. രണ്ട്, ഈ ആവശ്യമായ റൺവേ, ആവശ്യത്തിലധികം റൺവേ നീളമുള്ള ഒരു വിമാനത്താവളമാണ് കരിപ്പൂരിൻ്റെ റൺവേ നീളം വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് റയോ ഡി ജനീറോ വിമാനത്താവളത്തിൻ്റെ റൺവേയേക്കാൾ കൂടുതലാണ് കരിപ്പൂരിലെ വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ നീളം. റയോ ഡി ജനീറോയിൽ പല അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന, വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ ഇനി റൺവേ വികസനം വേണം, ഈ ടേബിൾ ടോപ്പ് സ്വഭാവമാണ് അപകടത്തിന് കാരണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം യുക്തിസഹമാണ്? ടേബിൾ ടോപ്പ് റൺവേ നിങ്ങൾ പറഞ്ഞ പോലെ കാലിക്കറ്റ് മാത്രമല്ല, ഇതേ കാലിക്കറ്റ് 6000 അടിയുള്ളപ്പോഴും നമ്മൾ അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ വർഷമായിട്ട് ശ്രീ വഹാബ് പറഞ്ഞ പോലെ ഇത് ഒരുപാട് റവന്യൂ ജനറേറ്റിംഗ് ഒരു എയർപോർട്ടാണ്. ടേബിൾ ടോപ്പ് ഒരു റീസൺ ആകുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ബട്ട് ടേബിൾ ടോപ്പ് റൺവേസിന് എക്സ്ട്രാ ഈ റൺവേ ലൈറ്റിംഗ്, റൺവേ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്, ഇങ്ങനത്തെ കുറെ സേഫ്റ്റി കാര്യങ്ങൾ അത്യാവശ്യമാണ്. കാലിക്കറ്റ് റൺവേയിൽ ഹൈ ഡെൻസിറ്റി റൺവേ ആയതുകൊണ്ട് ഒരുപാട് എയർക്രാഫ്റ്റ്സ് അവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ ഡെപ്പോസിറ്റ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കാരണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലിക്കറ്റ് മാംഗ്ലൂർ കോസ്റ്റൽ കേരള വെതർ. ഇത് ഏറ്റവും ഡേഞ്ചറസ് വെതറിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് വർഷങ്ങളായി നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഇത് ആക്സിഡന്റ് ആകുന്നോടനെ എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കാറും മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ. ഒരു എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആകാതെ അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് തെറ്റായിരിക്കും. സോ ആസ് പെർ എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻ മാനുവൽ ആൻഡ് പ്രൊസീജിയേഴ്സ്, ഈ ബ്ലാക്ക് ബോക്സ് എല്ലാം കിട്ടാതെ നമുക്കിതിനെപ്പറ്റി ഒരു കമന്റും പറയുന്നത് ശരിയായിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ടേബിൾ ടോപ്പ് റൺവേ ഒരു പ്രശ്നമല്ല. ഇതേപോലത്തെ ടേബിൾ ടോപ്പ് റൺവേ നമ്മൾ ഇസ്താൻബുൾ, പഴയ ഇസ്താൻബുൾ, റിയോ ഡി ജനീറോ പറഞ്ഞ പോലെ പല സ്ഥലത്തും നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ഒരു പ്രശ്നം അല്ല. റൈറ്റ്. സാം, ഒരു കാര്യം കൂടി താങ്കൾ സൂചിപ്പിച്ചു, മംഗലാപുരം, കോഴിക്കോട്, ഇതിൻ്റെ ഒരു കോസ്റ്റൽ റീജിയനിലെ വെതർ, പ്രത്യേകിച്ചും നനഞ്ഞ റൺവേ. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു എയർപോർട്ട് ആയതുകൊണ്ട് റൺവേയിൽ ഉണ്ടാകുന്ന റബ്ബർ ഡെപ്പോസിറ്റ് ഉണ്ടാവുക, നനഞ്ഞിരിക്കുക, ഇത് സ്കിഡാവാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. ശരി, പക്ഷേ ഈ റൺവേയുടെ നീളം ആണ് തർക്കം. ഈ റൺവേ വികസനത്തെക്കുറിച്ച് നിരന്തരമായി ഇവിടെ ആളുകൾ പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, രാഷ്ട്രീയ നേതൃത്വം പറയുന്നുണ്ട്, അതിനെതിരായി വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാരിൽ ചിലർ. അപ്പോൾ അത് ഇനി കൂടുതൽ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഈ റൺവേയുടെ നീളം കൂടിയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട്? ഇപ്പോൾ ഇവിടെ അബ്ദുൽ വഹാബ് ഈ റിസയുടെ ഒരു ലെങ്ത് പറഞ്ഞു. നിലവിൽ ഒരു റീകാർപ്പറ്റിംഗ് നടന്നതാണ് അവിടെ, കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു റീകാർപ്പറ്റിംഗ് നടന്നതാണ്, റിസയുടെ നീളവും കൂട്ടിയതാണ്. റിസയുടെ വേണ്ടത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ള നീളം അതിനുണ്ട് എന്നാണ് എയർപോർട്ട് അതോറിറ്റി അന്നേ പറഞ്ഞിരുന്നത്. ഈ അനാവശ്യമായി ഇനിയും റൺവേയുടെ നീളം കൂടുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഗുണമുണ്ടാവുക, പ്രത്യേകിച്ചും കാലിക്കറ്റ് എയർപോർട്ടിൽ? റൺവേ ലെങ്ത് എത്ര കൂടുന്നോ അത്രയും ഈസി ആയിരിക്കും. പക്ഷേ ഇപ്പൊ ക്രാഷിലും അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന എയർക്രാഫ്റ്റിന്
ഇത്രയും റൺവേ ലെങ്ത് മതി, റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ഓർ റീസ അത് ഇച്ചിരൂടെ കൂട്ടിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഈ മീറ്റിംഗ് ഐക്കാവ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പേപ്പറിൽ എഴുതുന്നത് ഈ അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന റേസ അല്ല ഇന്ത്യ യൂസ് ചെയ്യുന്ന റേസ. ഈ വെതർ കണ്ടീഷൻസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് എക്സ്ട്രാ സ്പീഡിൽ വരുന്ന എയർക്രാഫ്റ്റ് സ്കിഡ് ചെയ്യുന്ന റേസ ഇച്ചിരൂടെ കൂട്ടിയാൽ അത്രയും തന്നെ നല്ലതായിരിക്കും. പക്ഷേ റൺവേ ലെങ്ത് ഇത് സഫീഷ്യന്റ് ഫോർ 737 ഇൻക്ലൂഡിംഗ് 747. മാനുഫാക്ചറർ തന്നെ പറയുന്നത് 6000 ഫീറ്റ് മതി നമുക്ക് അവിടുന്ന്. ബട്ട് അത് ക്വാളിഫൈഡ് പൈലറ്റ് ആയിരിക്കണം. ഒരു 10 കിലോമീറ്ററിന്റെ റൺവേ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, എവിടെ വേണേ ലാൻഡ് ചെയ്യാം. ബട്ട് അത് പോസിബിൾ അല്ല. അപ്പൊ കാലിക്കറ്റ് എയർപോർട്ട് വിത്ത് റൺവേ ലെങ്ത് അതൊരു പ്രശ്നമല്ല. റേസ കുറച്ചുകൂടെ കൂട്ടിയാൽ അത് നല്ലതായിരിക്കും. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ സുബൈർ കൊളക്കാടൻ, ഈ റൺവേ വികസനത്തെക്കുറിച്ച് നിരന്തരം ചർച്ചയുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സാം തന്നെ പറഞ്ഞു, റൺവേക്ക് എത്ര നീളം കൂടുന്നു അത്രയും സേഫ്റ്റിയാണ്. പക്ഷേ കേരളം പോലെ വളരെ ഒരു ഷൂലേസ് പോലെ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിലവിൽ തന്നെ അഞ്ച് വിമാനത്താവളങ്ങളുണ്ട്. ഇനി വിമാനത്താവളങ്ങൾക്ക് കൂടുതൽ വികസനത്തിന് വേണ്ടി ഭൂമി എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സമരം നടക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. കാരണം ഭൂമി ഏറ്റെടുക്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചൂടേറിയ ഹോട്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയം. അത് ജനങ്ങളിൽ ഭയങ്കരമായ ദേഷ്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ എയർപോർട്ടിൽ ആവശ്യത്തിന് റൺവേക്ക് നീളമുണ്ട്, പക്ഷേ റൺവേ ഇനിയും കൂട്ടണം. ഈ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന നിലയിൽ കുറെ കൂടി സേഫ്റ്റിക്ക് വേണ്ടി റൺവേ നീളം കൂട്ടണം, റിസയുടെ ഏരിയ വർദ്ധിപ്പിക്കണം എന്നെല്ലാം പറയുമ്പോൾ അതിന് എതിരെ നിൽക്കുന്ന ഒരു മനോഭാവം ശരിയാണോ? അങ്ങനെ സേഫ്റ്റി ആവശ്യമാണെങ്കിൽ അതിന് ഭൂമി വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? കോഴിക്കോട് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 2700 മീറ്റർ ശരിക്കും റൺവേയും 240 മീറ്ററോളം ശരിക്കും റിസയും ഉണ്ട് അവിടെ. പക്ഷേ ഇത് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു എയർപോർട്ട്, അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വിമാനത്താവളം ത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും 380 ഏക്കർ മാത്രം സ്ഥലത്താണ് ഒരു എയർപോർട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റ് വിമാനത്താവളങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഏരിയയിൽ നിൽക്കുന്ന ഒരു എയർപോർട്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ റൺവേ വികസിപ്പിക്കേണ്ടതും അതേപോലെ തന്നെ പാർക്കിംഗ് ഏരിയകൾ. ഇടയ്ക്ക് ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ നിങ്ങൾ സിയാലിനെയാണ് ഉദ്ദേശിക്കുന്നതിൽ സിയാലിൽ കൂടുതൽ സ്ഥലമുണ്ടാകാം, പക്ഷേ കൂടുതൽ സ്ഥലവും എയർപോർട്ടിന് വേണ്ടിയല്ല, പലയിടത്തും സോളാർ പാടമൊക്കെയാണ് ഉള്ളത്, പാർക്കിംഗ് പ്ലോട്ടൊക്കെ. ശരിയാണ്, അതിന് 2000 ഏക്കർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 3000-ലേക്ക് കയറി. ഈ 350 എന്നുള്ളത് ഒരു 150 ഏക്കർ കൂടി ഏറ്റെടുത്ത് ഒരു 500-ൽ എത്തിക്കണം എന്ന് കാലിക്കറ്റ് ചേംബറിനെ പോലുള്ള സംഘടനകൾ ഞങ്ങളുടെ പല രീതിയിലും ഞങ്ങളിത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അടുത്തും പുതിയ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് കോഴിക്കോട് എയർപോർട്ടിൻ്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കണം. മിനിമം 150 ഏക്കർ തന്നെയെങ്കിലും ഭൂമി അതിന് ഏറ്റെടുത്തേ പറ്റൂ. അതേപോലെ തന്നെ കരിപ്പൂരേക്കുള്ള റോഡ് വികസനത്തിന് വേണ്ടി, അത് 4 വരി പാതയാക്കാനുള്ള വികസനത്തിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കണം. മുഖ്യമന്ത്രി അന്ന് ഉറപ്പ് തന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഭൂമി വികസനം, കരിപ്പൂരിലെ ഭൂമി വികസനം നടക്കും, അത് ഏറ്റെടുത്തിരിക്കുമെന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, യാതൊരു പ്രവൃത്തിയും ആ രീതിയിൽ ഉണ്ടായില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റുകളെല്ലാം എടുത്തു നോക്കിയാൽ കരിപ്പൂരിൻ്റെ ഭൂമി വികസനം ഒരു കീറാമുട്ടിയായിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ സ്വകാര്യ പാർക്കിങ്ങിന് ആവശ്യമുള്ള ഭൂമിയും കരിപ്പൂരിന് സ്വന്തമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാനും വേണ്ടി വളരെ ചെറിയ ഒരു ഭൂമി പോലും ഏറ്റെടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാ ആളുകളും വിമാന അപകടം നമുക്കൊക്കെ വലിയ ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിച്ച ഉടനെ തന്നെ ഈ വിമാനത്താവളത്തിനെ കമ്പയർ ചെയ്യുന്നത് മംഗലാപുരം ക്രാഷുമായിട്ടാണ്. ഇതാണ് വിഷയം. എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും അത് ഈ കോഴിക്കോട് വിമാനത്താവളത്തിനെ തകർക്കാനുള്ള ഒരു ഗൂഢനീക്കം നടക്കുന്നില്ല. രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ശ്രീ പി വി അബ്ദുൽ വഹാബ്, ഒരു അപകടം, ഒരു ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ നാം ഒരു ആത്മപരിശോധന നടത്തേണ്ടതും ആവശ്യമാണ്. ഇവിടെ റൺവേ റീകാർപ്പറ്റിംഗ് നടന്നതാണ്. ഈ റിസ എന്ന് പറയുന്ന ഭാഗം, റിസ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഒരു റൺവേയുടെ അറ്റത്ത്
അതായത് വിമാനം ഇറങ്ങിയതിന് ശേഷം വിമാനം ഓടി എത്തി അവസാനിക്കുന്ന ഭാഗം മുതൽ കുറച്ച് ഭാഗം കൂടി ഒരു സ്പേസ് ഇടുന്നുണ്ട്. ആ സ്പേസ് ഈ റൺവേ ഭാഗം കഴിഞ്ഞാൽ കുറേ കൂടി ഓടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമിത വേഗത മൂലമോ ഇതുപോലെ ലാൻഡിംഗ് പ്രശ്നം മൂലമോ റൺവേ കഴിഞ്ഞും ഓടുകയാണെങ്കിൽ വിമാനം ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്, ഒരു സേഫ്റ്റി സ്പേസാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണവും കഴിഞ്ഞതാണ് എന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കിയതാണ്. ഈ റിസ ഉണ്ടായിട്ട് പോലും വിമാനം നിന്നില്ല എന്ന് പറയുമ്പോൾ ആ നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടോ എന്നോ, അതല്ല ഇനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ സുബൈർ സൂചിപ്പിച്ചതുപോലെ, ഇനി സുബൈറും സാമും സൂചിപ്പിച്ചതുപോലെ റൺവേയുടെ നീളം ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളം എന്ന അർത്ഥത്തിൽ കുറെ കൂടി ആവശ്യമാണോ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതല്ലേ? അത് നമുക്ക് ഈ DGCA എക്സാമിനേഷൻ കഴിഞ്ഞെങ്കിലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് എവിടെയാണ് ടച്ച് പോയിന്റ്, എവിടെയാണ് ഇറങ്ങിയത്, ആദ്യം വിമാനം ടച്ച് ചെയ്തത് എവിടെയാന്നുള്ളത് വ്യക്തമല്ലല്ലോ. അത് ഓൾറെഡി അത് സെൻട്രലിലാണോ, അതിലേക്ക് കൂടുതൽ റിസക്ക് അടുത്താണോ എന്നുള്ളതും കൂടി മനസ്സിലാകണ്ടേ. ഇന്നലെ പിന്നെ അതേമാതിരി വന്ന സ്പീഡ് സാധാരണ വരേണ്ട സ്പീഡിലാണോ വന്നത്, ഇതൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റനാണ്, റെക്കോർഡുള്ള ക്യാപ്റ്റനാണ്, നല്ല ആളാണ്, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞതും നല്ലതാണ് പറയേണ്ടത്, പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ്. പക്ഷേ ഇതെല്ലാം ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാകാമല്ലോ. അപ്പൊ അതുകൊണ്ട് ലെറ്റ് ദ റിസൾട്ട് കം. ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് അടുത്ത് തന്നെ എല്ലാം ക്ലിയർ ആണ്. അപ്പൊ അവസാനത്തെ ATC ഒന്ന് പറയുന്നു, മറ്റൊരൊന്ന് പറയുന്നു. സാമും ഞങ്ങളൊക്കെ പുറത്തിരുന്ന് കാണുന്നല്ലേ, അവരൊക്കെ ടെക്നിക്കൽ കുറെ ആൾക്കാരുണ്ട്, അവർക്കും ഇത് അറിയണം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് എവിടെയാണ് ലാൻഡ് ചെയ്തത്, ഫസ്റ്റ് ടച്ചിങ് പോയിന്റ് എവിടെയായിരുന്നു, ആദ്യം ടച്ച് ചെയ്ത് പൊന്തി, രണ്ടാമത് വന്നു. ഞാൻ ഇതേപോലെ ഒരു ഇൻസിഡന്റിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുറത്ത് വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. ATCയിലെ അന്നത്തെ ഒരു മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു, മറാഠി, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, വഹാബ് യു നേരോലി എസ്കേപ്ഡ്. ഞങ്ങളൊക്കെ വിചാരിച്ചു ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റത്തിന്റെ ആ ടവർ ഉണ്ടല്ലോ അതിൽ തട്ടിപ്പോയി എന്ന് വിചാരിച്ചു. കാരണം പ്രീഎംപ്റ്റീവ് ആയിട്ട് ടച്ച് പോയിന്റ് മുമ്പായിട്ട് ഫ്ലൈറ്റ് ഇറക്കാൻ ശ്രമിച്ചു എന്നുള്ള. അവസാനം അത് മനസ്സിലായപ്പോൾ അയാൾ പെട്ടെന്ന് എടുക്കുകയായിരുന്നു മോൾക്ക്, എന്നെ നേരെ മോൾക്ക് അടുത്തു. അപ്പൊ ഇത് പലപ്പോഴും അന്ന് ആ ക്യാപ്റ്റൻ പിന്നീട് സമ്മതിച്ചു അദ്ദേഹത്തിന്റെ ചെറിയ തകരാറായിരുന്നു എന്നുള്ളത് സംഭവിച്ചു. അപ്പൊ ഇതൊക്കെ സാധാരണ പല സംഭവത്തിലുണ്ടാവും. ഇപ്പൊ കോഴിക്കോട് വലിയ കൊച്ചി മാതിരി തന്നെ ഒരു എയർപോർട്ട് ആണെങ്കിലും സംഭവിച്ചുകൂടൊന്നുമില്ല, അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. 0 പോയിന്റ് ഒരു നിരക്ക് കാണാത്ത സ്ഥലം, ഉദാഹരണത്തിന് പറയാം, സാമനൊക്കെ അറിയായിരിക്കും, നമ്മുടെ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ അവിടെ ഇറങ്ങാൻ, അങ്ങനെ സീറോ വിസിബിലിറ്റി ഇറങ്ങാൻ കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ലാൻഡിങ്ങിൽ സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഈയിടെ 2 ദിവസം മുമ്പാണ് കലക്ടർ അവിടെ എന്തോ വേറെ പുതിയ എക്യുപ്മെന്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നമുക്ക് കഴിയാവുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ 100% ഒന്നും പെർഫെക്റ്റ് അല്ല, ചിലപ്പോൾ സംഭവിക്കും. പ്രത്യേകിച്ച് കേരളത്തിനെ പോലെയുള്ള, കോഴിക്കോടിനെ പോലെയുള്ള ഈ സാം പറഞ്ഞ പോലെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് കാലിക്കറ്റ് എയർപോർട്ട്. കാരണം അവിടെ ലോ ലൈങ് ക്ലൗഡ്സ് എപ്പോഴും ഉണ്ടാവും. അവിടെ പല സമയത്ത് ഇറക്കിയ പരിചയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ എയർക്രാഫ്റ്റ് ഒക്കെ വാങ്ങിയിരുന്നു പണ്ട്. അപ്പൊ അവിടുന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, അവരൊക്കെ ഇപ്പം മറ്റേതില് എക്സ്പ്രസിലോ അല്ല, എയർ ഇന്ത്യയിൽ പൈലറ്റാണ്, അവരൊക്കെ പറഞ്ഞിരുന്നു കോഴിക്കോട് എയർപോർട്ട് പ്രത്യേകതയാണ്, കാരണം ഇവിടുത്തെ കാറ്റ് പ്രത്യേകതയാണ്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ്, ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. നേരത്തെ ഈ ക്യാപ്റ്റൻ സാം പറഞ്ഞ മാതിരി മറ്റു പല സ്ഥലങ്ങൾ, നേപ്പാളില് അല്ല പുറത്തുമുണ്ട്, ഇവിടെയുണ്ട്, ലഡാക്കിലെ എയർപോർട്ടിലുണ്ട്. അപ്പൊ എല്ലായിടത്തും ഇറങ്ങുന്നുണ്ട്. ചില സമയത്ത് ചിലത് സംഭവിക്കും. ആ സംഭവിച്ചതിന് ഒരു ഹ്യൂമൻ എററായിട്ട് എടുക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എറർ ആകാം, നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ലെറ്റ് ദ എക്സാമിനേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ്, എന്നിട്ട് മതി നമ്മൾ മറ്റുള്ള ഈ സ്പെക്കുലേഷൻസൊക്കെ എത്താൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി സാം, അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ്, ഇവിടെ PV അബ്ദുൽ വഹാബ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തും പോലെയാണ്. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് സഹായത്തോടെ ഒരു ലാൻഡിങ്ങിന് പൈലറ്റിന് വേണ്ട ഒരു പിന്തുണ കൊടുക്കുകയാണ്. അതായത് എത്ര ഡിഗ്രി ആംഗിളിൽ വിമാനം ചരിക്കണം, എന്നിട്ട് വേണം ലാൻഡിങ്ങിന് ശ്രമിക്കാൻ എന്ന് തുടങ്ങി നിലം തൊടുന്നത് വരെ കൃത്യമായ നിർദ്ദേശം റേഡിയോ തരംഗങ്ങൾ വഴി പൈലറ്റിന് വിമാനത്തിനകത്ത് കിട്ടുകയാണ്. ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും അതുപോലെ വിസിബിലിറ്റി, ഇവിടെ ഇപ്പോൾ 2 കിലോമീറ്റർ വരെ വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ വാദം. അങ്ങനെയെങ്കിൽ ഒട്ടും എററില്ലാതെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മാനുഷികമായ പിഴവുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ സാങ്കേതികമായ പിഴവുകൾ സംഭവിക്കാം ലാൻഡിംഗ് സമയത്ത്? ഒന്നാമത്
ഇത് ഈ കാറ്റഗറി 1 ILS എന്ന് പറയും. അത് വഹാബ് സാർ പറഞ്ഞ പോലെ ഹീത്രോയിലെ സീറോ വിസിബിലിറ്റിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ILS അല്ല. 200 ഫീറ്റ് അബവ് ഗ്രൗണ്ട് ലെവൽ വന്നിട്ട് അവിടുന്ന് മാനുവൽ ലാൻഡിംഗ് ആണ് ചെയ്യേണ്ടത്. ഈ മാനുവൽ ലാൻഡിംഗ് ചെയ്യുമ്പം വെതർ കണ്ടീഷൻസ് എല്ലാം അനുകൂലമായിട്ടാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ബട്ട് കാലിക്കട്ട്, മാംഗ്ലൂർ, ഗുവാഹട്ടി ഇങ്ങനത്തെ ചില സ്പെഷ്യൽ എയർപോർട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ. അവിടെ വെതർ കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഇപ്പൊ 2 കിലോമീറ്റേഴ്സിന് താങ്കൾ പറഞ്ഞായിരുന്നു. ഇത് ഒരു മെറ്റാർ എന്ന് പറയും. അത് ജസ്റ്റ് ഒരു ജനറൽ ഇതാണ്. ലോ ക്ലൗഡ്സ് ഉള്ളപ്പോഴും മഴയുള്ളപ്പോഴും കുറച്ച് നേരത്തേക്ക് ഈ 2 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 100 മീറ്റേഴ്സ് ആവും. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പ്രശ്നം വന്ന് നമ്മൾ റൺവേ കാണാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഗോ റൗണ്ട് ചെയ്ത് വീണ്ടും അപ്രോച്ചിന് വേണ്ടി വരും. ഈ കാറ്റഗറി 1 ILS നിങ്ങളെ ഗ്രൗണ്ട് വരെ കൊണ്ടുവരത്തില്ല. ഗൈഡൻസ് അപ് ടു 200 ഫീറ്റ് അബവ് ഗ്രൗണ്ടേ കൊണ്ടുവരത്തുള്ളൂ. പ്രിവെയിലിംഗ് ടെയിൽ വിൻഡ്സ്, അതായത് വിൻഡ് കണ്ടീഷൻ ഗസ്റ്റി കണ്ടീഷൻസ് ആണോ, 1-2 സെക്കൻഡിന്റെ മിസ്റ്റേക്ക് മാത്രം മതി ഈ കംപ്ലീറ്റ് ക്രാഷ് ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ഈ പൈലറ്റ്സിന്റെ മെന്റാലിറ്റിയും മെന്റൽ സ്റ്റേറ്റ് ഒന്നാമത് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കാലിക്കട്ട് ടു ദുബായ് പോയിട്ട് ദുബായ് ടു കാലിക്കട്ട് വന്നാണ്, എൻഡ് ഓഫ് സെക്ടറാണ്. അപ്പോൾ ഭയങ്കര ഫെറ്റീഗ് ലെവൽ വരും. ഇത് പൈലറ്റ്സ് വെളിയിൽ പറയാൻ പറ്റത്തില്ല. പറഞ്ഞ ഉടനെ അവരെ റോസ്റ്ററിൽ നിന്ന് വെളിയിലാക്കും. ഇങ്ങനത്തെ പല സാഹചര്യത്തിലാണ് പല പൈലറ്റ്സും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാം, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് അത് മാനുഷികമായി വരുന്ന തകരാറുകളാണ്. ഇവിടെ ഒരിക്കൽ ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ച് നടക്കാതെ ആയപ്പോൾ അദ്ദേഹം തിരിച്ചുപോയി വട്ടം കറങ്ങി പിന്നീട് വരികയാണ് എതിർദിശയിലൂടെ. അതായത് എയർ ട്രാഫിക് കൺട്രോൾ അനുവദിച്ച ഒരു ദിശയിൽ നിന്ന് മാറി എതിർദിശയിലൂടെ വരണമെങ്കിൽ അതിന് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ഒരു അനുമതിയോ കമ്മ്യൂണിക്കേഷനോ വേണ്ടേ? അദ്ദേഹം സ്വയമായൊരു തീരുമാനമെടുത്താണോ എതിർദിശയിലൂടെ ലാൻഡ് ചെയ്യാൻ? സ്വയമായിട്ട് തീരുമാനം എടുത്താലും എയർ ട്രാഫിക് കൺട്രോളിന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ് പൈലറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ജനറൽ ഡയറക്ഷൻ കാണും. പക്ഷെ ആ സ്പേസിൽ സിവിയർ തണ്ടർസ്റ്റോം, റെയിൻ അവിടെ ഉണ്ടെങ്കിൽ പൈലറ്റ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചോദിച്ച്, പിന്നെ ചിലപ്പോൾ സെക്ടർ വിസിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു സൈഡിൽ നിന്ന് നമ്മൾ റൺവേ നോക്കുന്നോണ്ടേ കാണത്തില്ല, മറിച്ച് സൈഡിൽ നിന്ന് നോക്കുന്നോണ്ടേ കാണാം. ഈ 2-3 കാരണത്തിലാണ് പൈലറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്യാം. അത് വിത്തൗട്ട് ATC പെർമിഷൻ പറ്റത്തില്ല. പൈലറ്റ് ക്യാൻ റിക്വസ്റ്റ്, ബട്ട് ഓൺലി ATC ക്യാൻ ഗ്രാൻഡ് പെർമിഷൻ ടു മേക്ക് ആൻ അപ്രോച്ച് ആൻഡ് ലാൻഡ് ഓൺ ഈ ഓപ്പോസിറ്റ് പറയുന്ന റൺവേയിൽ. ശരി സാം, പക്ഷേ അപ്പോഴും ATC ഇപ്പോൾ എതിർദിശയിലൂടെ ഇറങ്ങാൻ അനുവദിക്കുകയാണെങ്കിൽ അവിടുത്തെ വിൻഡ് സ്പീഡ് ATCക്ക് അറിയാം. അത് അളക്കാനുള്ള മാർഗമുണ്ടല്ലോ വിമാനത്താവളത്തിൽ. ആ വിൻഡ് സ്പീഡ് ലാൻഡിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുമെങ്കിൽ അത് ജഡ്ജ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടല്ലോ ATCക്ക്. അപ്പോൾ അവർ അനുമതി കൊടുത്തു. പക്ഷേ ലാൻഡിങ്ങിൽ ഈ ലാൻഡിംഗ് ഗിയേഴ്സിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചതാകാം. ഒരുപക്ഷെ കുറേ കൂടി മുമ്പോട്ട് പോയാണ് ലാൻഡ് ചെയ്തതെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയില്ല, അതിനെപ്പറ്റി കൃത്യമായി അറിയില്ല. റൺവേയുടെ ഏതാണ്ട് മധ്യത്തിലാണ് ലാൻഡ് ചെയ്തത്, അതാണ് അപകട കാരണമായതെന്നൊക്കെയാണ് വരുന്ന വിവരങ്ങൾ. അങ്ങനെ സംഭവിക്കാം. പക്ഷേ വഹാബ് സാർ പറഞ്ഞ പോലെ വിത്തൗട്ട് DFDR ഡേറ്റ കംപ്ലീറ്റ് അറിയാതെ ഐ വിറ്റ്നസ്സസ്, ഈ നമ്മൾക്ക് എയർക്രാഫ്റ്റിനകത്തിരുന്നാൽ പോലും അറിയാൻ ഒരു പാസഞ്ചറിന് പറയാൻ പറ്റത്തില്ല നമ്മൾ ടച്ച് ഡൗൺ സോണിലാണോ ടച്ച് ഡൗൺ ചെയ്തത് അതോ മുമ്പിലാണോ. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് 1/3 ഓഫ് ദ റൺവേ ഓർ 3000 ഫീറ്റ് വിച്ച് എവർ ഇസ് ലെസ്, അതാണ് ഈ ടച്ച് ഡൗൺ സോൺ എന്ന് പറയുന്നത്. സാധാരണ ഫ്ലൈറ്റിൽ നമ്മൾ ടച്ച് ഡൗൺ ചെയ്യുന്നത് ബിറ്റ്വീൻ 500 and 1000 ഫീറ്റ് ആണ്. ഈ ടെയിൽ വിൻഡ്സ് ഉണ്ടെങ്കിൽ ചാൻസസ് ഉണ്ട് മുമ്പോട്ട് പോവാൻ. ഈ ടെയിൽ വിൻഡിന് ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ കമ്പനിക്കും എല്ലാ പൈലറ്റ്സിനും ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലിമിറ്റേഷൻ ATC റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ലിമിറ്റിലല്ലെങ്കിൽ ഒരു പൈലറ്റും ലാൻഡ് ചെയ്യത്തില്ല.
റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ഡിസിഷൻ എടുക്കാൻ ഇത്രയും വെറ്ററൻ ആയിട്ടുള്ള ഒരു പൈലറ്റ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സാധ്യത മഴയുമാണ്. ഇവിടെ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചു, താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഗുവാഹത്തി വിമാനത്താവളത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ മഴ കൂടുതലുള്ള സ്ഥലമാണ്, കേരളവും മഴ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്ക് മഴ ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് 6 മാസത്തോളം മഴ അനുഭവിക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ ഈ സാഹചര്യത്തിൽ മഴ കൊണ്ട് മാത്രം നമ്മുടെ വിമാനത്താവളങ്ങൾ വൾണറബിൾ ആണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതേ മഴയത്താണ് കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ ലാൻഡ് ചെയ്ത്. ഞാൻ അപ് ടു 2013 വരെ ഞാൻ ഡൊമസ്റ്റിക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇതേ കാലിക്കട്ട്, കൊച്ചി, പഴയ കൊച്ചി, ഗരുഡ എന്ന് പറഞ്ഞ എയർപോർട്ട് ഇതിന്റെ പകുതി ഉള്ളൂ. മഴ അപ്പോഴും ഉണ്ടായിരുന്നു, മഴ ഇപ്പോഴും ഉണ്ട്. ബട്ട് ഇപ്പോ ഈ പർട്ടിക്കുലർ വൺസ് ഇൻ 20 ഇയേഴ്സ് ഒക്കെ ഇങ്ങനെ ഈ അഡ്വേഴ്സ് വെതർ, എക്സ്ട്രീം അഡ്വേഴ്സ് വെതർ വരാറുണ്ട്. അങ്ങനത്തെ ഇതിൽ ഈ ആക്സിഡന്റ് ആകുന്ന ഇതിനെപ്പറ്റി ഇത് എത്രയോ നിയർ മിസ്സസ് വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം സ്ലിപ്പായി എൻഡിലാം പോയി ബ്രേക്ക് ചെയ്ത് ഒരു പ്രശ്നവുമില്ലാതെ പൈലറ്റ്സ് വിമാനം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വേറെ മെയിൻ അക്വാ പ്ലെയിനിങ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട്. എത്ര കറക്റ്റായിട്ട് ടച്ച് ചെയ്താലും വീലും വെള്ളം തമ്മിലുള്ള ഒരു ഫ്രിക്ഷനിൽ അതൊരു സ്റ്റീം പോലെ ഉണ്ടായി ഒരു ഫിൽം ഉണ്ടാവും. അവിടെ ബ്രേക്ക് ചെയ്താൽ ഇത് നിൽക്കത്തില്ല. അതുകൊണ്ടാണ്ട് ഹൈ റൺവേ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഉള്ള റൺവേസിലെ റെഗുലർ മെയിൻ്റെനൻസ് ഈ മഴ വരുന്ന സ്ഥലത്ത്, ഇന്ത്യയിൽ മാത്രം അല്ല ഈ മഴ, പലയിടത്തും ഉണ്ട് ഇതുപോലത്തെ വെതർ. ബട്ട് അവിടുത്തെ റൺവേസ് എക്സ്ട്രാ ഗ്രൂവ്ഡ് എന്ന് പറയും അതിന്. അവിടെ ഫ്രിക്ഷൻ കൂടുതലാണ്. അപ്പോ മഴ ഒരു പ്രശ്നമല്ല. ബട്ട് എക്സ്ട്രീം മഴ ചേഞ്ച് ചെയ്ത് വിത്ത് വിൻഡ്സ്, ഇന്ത്യയിലുള്ള പോലത്തെ വെതർ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ വേൾഡിൽ. നമ്മൾ ഒരേ ദിവസം ജോധ്പൂർ ടു കാലിക്കട്ട് ചെയ്ത് കഴിഞ്ഞാൽ +45 ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ നിന്ന് നമ്മൾ ഒരു 30 വിത്ത് ഹെവി റെയിൻസ് ആൻഡ് തണ്ടർ സ്റ്റോം ഉള്ള ഏരിയയിലോട്ടാണ് വന്നത്. അതേപോലെ പല വെതർ ഫിനോമിനൻ മോൺസൂൺ, പ്രീ മോൺസൂണിൽ വെരി ഡേഞ്ചറസ് വെതർ ഉള്ള ഒരു ഏരിയ ആണ് സൗത്ത് ഇന്ത്യ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒരിടത്തും നിർത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ചില ചെറിയ എറേഴ്സ് വരുന്നോണ്ട് ഇത് ഇവിടെ എറർ ഉണ്ടാക്കാനുള്ള ചാൻസേ ഇല്ല. പക്ഷെ പിന്നെയും വഹാബ് സാർ പറഞ്ഞ പോലെ ഇത് ഹ്യൂമൻ എറർ ആണോ ടെക്നിക്കൽ എറർ ആണോ, ഇത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. DFDR ഡേറ്റ ഇല്ലാതെ പറയാൻ പറ്റും. ശരി സാർ, ഞാൻ മടങ്ങി വരാം. ശ്രീ സുബൈർ, താങ്കൾ വിമാനത്താവള വികസനത്തെക്കുറിച്ച് പറയുന്നു, കൂടുതൽ സ്ഥലമെടുക്കണമെന്ന് പറയുന്നു. വിമാനത്താവളത്തിന് ആവശ്യമായ, അതായത് വിമാനം ഇറങ്ങാൻ ആവശ്യമായ സ്ഥലം, അതിലാവശ്യമായതിലധികം നീളത്തോടെയുള്ള റൺവേയോടുകൂടി കോഴിക്കോട് ഉണ്ട്. ഇവിടെ അബ്ദുൽ വഹാബും പറയുന്നു, സാമും പറയുന്നു, ഇതിലും നീളം കുറഞ്ഞ വിമാനത്താവളങ്ങൾ, റൺവേ ആണ് മംഗലാപുരത്തുള്ളത്. അതായത് ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളമായിരിക്കെ തന്നെ ഇതിലും നീളം കുറവാണ് മംഗലാപുരത്തെ റൺവേക്ക്. ഇവിടെ റൺവേ ഉണ്ട് എന്ന് മാത്രമല്ല, റൺവേ റീകാർപ്പറ്റിംഗ് നടത്തിയിട്ടുണ്ട്, റിസ വികസിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുമാണ് ഈ അപകടം. ഈ അപകടത്തിൻ്റെ കാരണം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സ്ഥലമെടുത്താലേ ഇനി വളരെ സുരക്ഷിതമായി വിമാനത്താവളം നിലനിൽക്കൂ എന്ന തരത്തിലുള്ള വാദത്തിൽ എന്ത് സാങ്കത്യമാണുള്ളത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം വിമാനത്താവളത്തിന് സ്ഥലം എടുക്കൽ നിർബന്ധമാണ്. പക്ഷെ അതേ സമയത്ത് 2700 മീറ്റർ റൺവേ എന്ന് പറഞ്ഞത് സഫീഷ്യൻ്റാണ്. കാരണം ഈ ഒരു 737 വിമാനങ്ങളൊക്കെ ഇറങ്ങണമെങ്കിൽ 1500 മീറ്ററിൽ കുറവ് മതി റൺവേയുടെ ലെങ്ത്ത്. ഇത് 1000 മീറ്ററിലധികം കഴിഞ്ഞതിന് ശേഷം ലാൻഡിങ് തുടങ്ങി എന്നുള്ളതാണ് അപകട കാരണമായിട്ടിപ്പോൾ അവസാനമായി സൂചിപ്പിക്കപ്പെട്ടു വരുന്നത്. ഇവിടെ റൺവേ വികസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, വിമാനത്താവളത്തിന് മതിയായ റൺവേ ലെങ്ത്തും റിസയും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും വാദം. അത് റൺവേ വികസിപ്പിക്കാൻ വേണ്ടി വിമാനത്താവളത്തിന് സ്ഥലം എടുക്കണം എന്നല്ല പറഞ്ഞു. കാരണം ആ രീതിയിലൊരു വാദം കൊണ്ടുവന്നാൽ അതും കോഴിക്കോട് വിമാനത്താവളത്തിന് ഒരു വിപരീത മീനിങ് ആയിട്ട് വരും. ഈ വിമാനത്താവളത്തിന് മതിയായ റൺവേയും റിസയും ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതേ സമയത്ത് കേരള ഗവൺമെൻറ് ഈ
പറയുന്ന ഒരു 150 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ഉള്ള സ്ഥലം കൂടി അക്വയർ ചെയ്ത് വിമാനത്താവളത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 500 ഏക്കർ തന്നെയുള്ള ഒരു വിമാനത്താവളം എന്നുള്ള രീതിയിലേക്ക് വിമാനം മാറിയാൽ ഈ ഒരുപാട് അസൗകര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. ഇതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ റൺവേ 2700 എന്നുള്ളത് കോഴിക്കോട് വിമാനത്താവളത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ലെങ്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. റിസൈഡ് നീളവും കുഴപ്പമൊന്നുമില്ല, അതും നല്ല 250 മീറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മംഗലാപുരം വിമാനത്താവളം മറ്റു വിമാനത്താവളത്തെ അപേക്ഷിച്ച് ഒക്കെ നല്ല ഏരിയ തന്നെയാണ്. ശരി, ശ്രീ അബ്ദുൽ വഹാബ്, അങ്ങനെയെങ്കിൽ ഈ ടേബിൾ ടോപ്പ് വിമാനത്താവളത്തിൽ ഒരു അപകടമുണ്ടാകുന്നത് ഇതാദ്യമല്ല, മംഗലാപുരത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മേജർ ഒരു എയർ ക്രാഷാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. മുമ്പ് പല അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലും 1998 മറ്റോ കൊച്ചി നാവിക വിമാനത്താവളത്തിലുണ്ടായ ഒരു ഇതുപോലെ ടേക്ക് ഓഫിനിടയ്ക്കുണ്ടായ ഒരു പ്രശ്നമായിരുന്നു. അതിൽ 9 പേർ മരിച്ചതൊഴിച്ചാൽ ഇങ്ങനൊരു ആളപായം ഉണ്ടാകുന്ന ഒരു എയർ ക്രാഷ് കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു അപകടമായിരുന്നു ഇത് എന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും വളരെ പൊടുന്നനെ ഈ കരിപ്പൂർ എയർപോർട്ടിൽ സുരക്ഷയില്ല, 10 വർഷം മുമ്പ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പോയതാണ്, അത് അവഗണിച്ചതാണ് എന്നൊരു വാദം ശക്തമാവാൻ എന്തായിരിക്കും കാരണം? 2 കാരണമുണ്ട്. ഒന്ന്, നമ്മൾ പറയില്ലേ, നമ്മളൊരു വെടിവെച്ചിടുക, പന്നിക്ക് കൊണ്ടാൽ കൊണ്ടു. അപ്പൊ ആദ്യം നമ്മൾ കംപ്ലൈന്റ് പറയാ ഏത് എയർപോർട്ടിൽ. ഉദാഹരണം പറയാം, പണ്ട് നിങ്ങൾ പറഞ്ഞ കാലം ഇപ്പോഴത്തെ കാലം ഫ്രീക്വൻസി എത്ര വ്യത്യാസമുണ്ട്. എത്ര ആൾക്കാർ വിമാനത്തിൽ പോകുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ അപകടം നടക്കുന്നത് ഈ സിവിൽ ഏവിയേഷൻ മേഖലയിലാണ്. നിങ്ങൾ മറ്റെടുത്ത് നോക്കുക, എത്ര ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ എത്ര ആക്സിഡന്റ് ഉണ്ടാകുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഈ കഴിഞ്ഞ കാലം 30-35 വർഷം സഞ്ചരിച്ച ആൾക്കാർ എത്ര. കോഴിക്കോട് വിമാനത്താവളത്തേക്ക് വരുമ്പോൾ എത്ര കാർ ആക്സിഡന്റും ബസ് ആക്സിഡന്റും ഉണ്ടായി, എത്ര ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഈ ആക്സിഡൻസ് ഉണ്ടാകും, അതിന് നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. അതൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഇതിനൊക്കെ വേറെ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോ സാധാരണ കുറേ കാലം ഒരു എയറിൽ യാത്ര ചെയ്ത് കുറെ കാലം ഞാൻ തന്നെ അത്ഭുതപ്പെടലുണ്ട് പലപ്പോഴും. ഞാൻ എത്ര ആക്സിഡന്റ് ഈ ഇവിടുന്ന് നമ്മുടെ നിലമ്പൂരിന്ന് കോഴിക്കോട് പോകുമ്പോൾ എത്ര ആക്സിഡന്റ് രക്ഷപ്പെടുന്നു പല ടേണിങ്ങിലും ഒക്കെ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിൽക്കല, നമ്മുടെ ഡ്രൈവറെ അല്ലെങ്കിൽ വണ്ടിയൊക്കെ നമ്മള് വിശ്വസിച്ചു. അത് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. പക്ഷേ 18 ജീവന് വലുതല്ലേ, 19 ജീവൻ വലുതല്ലേ, രാജമലയിലെ ജീവന് വലുതല്ലേ. അപ്പൊ എല്ലാവരും ജീവന് വില ഒന്നും തന്നെ. എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ശരിയല്ല. ഇതിന് ഫ്രീക്വൻസി നോക്കുമ്പോൾ വളരെ കുറവാണ് എയറിലുള്ള ആക്സിഡൻസ്. ആ നിലക്ക് എടുക്കണം നമ്മളൊക്കെ. പിന്നെ നമുക്കൊരു വിശ്വാസം വേണം, ഇത് എന്നും കാലം ശരിയായിട്ട് എത്ര പ്രിസൈസ്ലി ആണെങ്കിലും, പൈലറ്റ് ശരിയാണെങ്കിലും, എയർക്രാഫ്റ്റ് ശരിയാണെങ്കിലും, ടെക്നോളജി എന്തൊക്കെ മേലെ ആണെങ്കിലും ഇത് ഈ ഹ്യൂമൻ എറർ അല്ലെങ്കിൽ മറ്റുള്ള സംഗതി ഫെയ്റ്റ് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലും ഇത്രയും കുറഞ്ഞ ഫാറ്റാലിറ്റിനെ മോശമായി കാണാൻ അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട, ഇത്ര ചെറിയ ഒരു ഇതിലൂടെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാനൊക്കെ ഇന്നലെ പോയി രാത്രി കണ്ടപ്പം അൽഹംദുലില്ലാ സർവ്വസ്തുതിയും പടച്ചവനെന്ന് വിചാരിച്ച കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല. അത് നമ്മൾ ഇത്രത്തോളം ഫാറ്റാലിറ്റി കുറഞ്ഞ് വന്നതിൽ സർവ്വസ്തുതിയും ദൈവത്തിന് അർപ്പിക്കുക മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുന്നുള്ളൂ. ഇനിയും ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അത് ഏത് എയർപോർട്ടിലാണെങ്കിലും ഏത് എയർക്രാഫ്റ്റ് ആണെങ്കിലും എത്രത്തോളം വെൽ എക്യൂപ്ഡ് എയർക്രാഫ്റ്റ് ആണെങ്കിലും എന്ത് സംഭവിക്കാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിധിയിൽ കുറച്ചൊക്കെ വിശ്വാസം വേണം. പിന്നെ ഈ കാര്യങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നു, എയർ ട്രാഫിക്കിലാണ് ഏറ്റവും ആക്സിഡന്റ് സോഫാർ ലോകത്തിൽ കുറവ് എന്നുള്ള കാര്യത്തിൽ. നമ്മൾ റോഡ് കൂടെ കേരളത്തിൽ റോഡ് കൂടെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ മടങ്ങി വരില്ല എന്നുള്ള രൂപത്തിൽ. സാമിലേക്ക് ഒരിക്കൽ കൂടി. സാം, ഇന്ന് വന്ന എയർ ട്രാഫിക് കൺട്രോളിൻ്റെതായി പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന മറ്റൊരു കാര്യം, വിമാനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്തത് ദുരന്തത്തിനാക്കം കൂട്ടി, അതായത് ഈ വിമാനം സ്കിഡാവാനുള്ള കാരണമായി പറയുന്നു. ഒരു പൈലറ്റ്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനാണ് എന്ന് മാത്രമല്ല സൈനിക സേവനം നടത്തിയിട്ടുള്ളതാണ്, ടെസ്റ്റ് പൈലറ്റായിട്ടിരുന്ന ഒരാളാണ്. ഒരു കാരണവും കൂടാതെ അദ്ദേഹം എൻജിൻ ഓഫ് ചെയ്യുമോ? ആ എൻജിൻ ഓഫ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാകുമല്ലോ? എൻജിൻ ഓഫ് ചെയ്യുന്ന ഒരു റീസൺ only in case of engine fire or damage to engine. ഈ എൻജിൻ ഓഫ് ചെയ്തെന്ന് പറയുന്ന ന്യൂസ് പല മീഡിയ ഹൗസസിൽ വന്നിട്ടുണ്ട്.
അങ്ങനത്തെ ഇതാണ് വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ. എയർ ട്രാഫിക് കൺട്രോളിന് അറിയത്തില്ല എപ്പോഴാണ് എഞ്ചിൻ ഓൺ ആയതും ഓഫ് ആയതും. അവർക്ക് ഒരു കൺട്രോളും എഞ്ചിന്റെ പുറത്തില്ല, എഞ്ചിൻ ഡേറ്റയും അവർക്ക് വരത്തില്ല. അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ പറയുന്നു നമ്മൾ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്തെന്ന് പറയുന്നത് തെറ്റാണ്. അഥവാ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഒന്നിൽ പാൻ ഇല്ലെങ്കിൽ മേഡേ എന്നുള്ള കോള് വിളിച്ചിട്ടേ ഇത് ഷട്ട് ഡൗൺ ചെയ്യത്തുള്ളൂ. സോ ഈ വരുന്ന വാർത്ത ശരിക്കും തെറ്റാണ്. അതായത് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചതിന് ശേഷമേ എഞ്ചിൻ ഓഫ് ചെയ്യുള്ളൂ, അങ്ങനെയാണോ? ഈ എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിന്റെ മുമ്പേ പാൻ ഓർ മേഡേ എന്നുള്ള കോള് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യുന്നത്. സാമി, എഞ്ചിൻ ഷട്ട് ഓഫ് പാൻ മേഡേ തുടങ്ങിയ ജാർഗണുകൾ സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അല്ല, സാധാരണക്കാരോട് അല്ലല്ലോ ഇത് സംസാരിക്കുന്നത്, ATCയും പൈലറ്റും തമ്മിലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇത് പറയാതെ എമർജൻസി ഡിക്ലെയർ ചെയ്യാതെ അതായത് ഒരു ചെയ്യത്തില്ല. ഒരു SOS കോൾ പോലെ ഒന്നാണ് ATSനോട് പൈലറ്റ് പറയുകയാണത്. അതെ, SOS എന്ന് പറയാം. ഇതിന്റെ SOSന്റെ രണ്ട് ഒരു ഹൈ ഡിഗ്രിയിലാണ് മേഡേ എന്ന് പറയുന്നത്, പാൻ എന്ന് പറയുന്ന മൈനർ പ്രോബ്ലംസിനുള്ള കോളാണ്. ശരി, അപ്പോൾ അങ്ങനെ ഒരു കോൾ വന്നതുകൊണ്ടായിരിക്കുമോ ATS അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിരിക്കുക എഞ്ചിൻ ഓഫ് ചെയ്തിട്ടുണ്ടാകുമെന്ന്? അതിൽ ക്ലിയർ ആയിട്ട് പറയണം, ഞാൻ ഇങ്ങനെ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യുവാണ്, നമ്മുടെ ഒരു എഞ്ചിനിൽ വരുവാണ്, അപ്പൊ അവര് ഓൾറെഡി എമർജൻസി വെഹിക്കിൾസ് എല്ലാരെയും അലേർട്ട് ചെയ്യും. അതുകൊണ്ട് ഈ കോൾ വന്ന ഉടനെ ഓൾ എമർജൻസി വെഹിക്കിൾസ് പൊസിഷനിലേക്ക് വരും. അതുകൊണ്ട് ഈ എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന ഇവർ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്തെന്ന് പറയുന്ന വിത്തൗട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പൈലറ്റും ചെയ്യത്തില്ല. ശരി, അതാണ് സാം. ഈ ഒരു ബസ് അപകടം ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ മലയാളികളുടെ ഒരു മനഃശാസ്ത്രം അനുസരിച്ച് ആദ്യം ഡ്രൈവറെ പോയി തല്ലുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് പല അപകടങ്ങളിൽ നിന്നും ഡ്രൈവർമാർ ഇറങ്ങി ഓടുന്നത്. അപ്പോൾ ഇവിടെ ATSൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. ഇവിടെ വന്ന മറ്റൊരു വിവരം, ഈ റൺവേയിലേക്ക് ഇറങ്ങി ലാൻഡിംഗ് പോയിന്റിൽ നിന്ന് കുറേ കൂടി മുമ്പിലാണ്, അതായത് റൺവേയുടെ ഏതാണ്ട് പകുതിയോളം എത്തിയതിന് ശേഷമാണ് ലാൻഡ് ചെയ്തത്, ടച്ച് പോയിന്റ് ആയത് എന്ന് പറയുന്നു. അങ്ങനെ വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഈ ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് അങ്ങനെ ഒരു ആംഗിൾ നിശ്ചയിച്ചു കൊടുത്ത ഒരു ഇൻസ്ട്രുമെൻ്റൽ ലാൻഡിങ്ങിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ സമയത്ത് അദ്ദേഹം എഞ്ചിൻ ഓഫ് ചെയ്യുമോ? സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. വിൻഡ് കണ്ടീഷൻ ചേഞ്ച് ആവുന്നു, നമ്മൾ ഫ്ലെയർ ഹൈറ്റ് മിസ് ചെയ്യുന്നു. പക്ഷെ ഇത് വലിയ പ്രശ്നമല്ല, ഇത് ഡെയിലി നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് എക്സ്ട്രാ ഫ്ലോട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗോ റൗണ്ട് ചെയ്യും. ഇല്ലെങ്കിൽ റിവേഴ്സറും ബ്രേക്സും ഉണ്ട്, അത് സഫീഷ്യൻ്റ് ആണ്. ഈ കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ലേ 3000 അടി ഓർ 1/3 ഓഫ് റൺവേ, ഇതാണ് ടച്ച് ഡൗൺ സോൺ എന്ന് പറയുന്നത്. അതിന്റെ മുമ്പിൽ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, മാംഗ്ലൂർ ക്രാഷിൽ അങ്ങനെയാണ് ആയത്. ബട്ട് മാംഗ്ലൂർ ക്രാഷിൽ ഫെറ്റീഗ് ആയിരുന്നു ഒരു മെയിൻ റീസൺ. ഇതേപോലെ ദുബായി പോയി തിരിച്ചു വന്ന് എങ്ങനെങ്കിലും ഞാൻ ഒന്ന് ലാൻഡ് ചെയ്ത് ഈ മെന്റാലിറ്റിയിലായിരിക്കും ടയേർഡ് പൈലറ്റ്സ് വരുന്നത്. ഇത് പക്ഷെ വെളി പറയാൻ പറ്റത്തില്ല, ഈ റിപ്പോർട്ടിലും വരത്തില്ല. ഈ നിങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ബസ് ഡ്രൈവറിന് വേൾഡിൽ എല്ലായിടത്തും എപ്പോൾ ക്രാഷ് ഉണ്ടായാലും മാനുഫാക്ചറർ ആദ്യമേ ഓടി വന്ന് അവർ പ്രൂവ് ചെയ്യും ഇത് പൈലറ്റ് എററാണ്, നമ്മുടെ എക്യുപ്മെന്റ് പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ ക്രാഷായ ബോയിങ് 737 മാക്സ് എന്ന് പറയുന്ന 2 എയർക്രാഫ്റ്റ്, അതിലെല്ലാ റിപ്പോർട്ടിലും വന്നേക്കുന്ന പൈലറ്റ് എറർ എന്നാണ്. ആക്ച്വലി മാനുഫാക്ചറിങ് എറർ ആയിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഈ ബസ് ഡ്രൈവറിനെ അടിക്കുന്നത്, നമ്മുടെ എല്ലാ പൈലറ്റ്സും ഇതിൽ കൂടെ പോകുന്നതാണ്. ഇൻവെസ്റ്റിഗേഷനിൽ ഫസ്റ്റ് ബ്ലെയിം നടക്കുന്ന പൈലറ്റിനെയാണ്. സാമ്, ഇവിടെ ഈ പ്രത്യക്ഷത്തിൽ ഈ അപകടം നടന്നപ്പോൾ ആളുകൾക്ക് തോന്നിയൊരു കാര്യം, സാധാരണ രീതിയിൽ ഇത്തരത്തിൽ സ്കിഡാവുക, എവിടെയെങ്കിലും പോയി ഇടിക്കുക, ഉടൻ എയർക്രാഫ്റ്റിന് തീ പിടിക്കുകയാണ്, വലിയ ദുരന്തത്തിലേക്ക് മാറുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ പൈലറ്റിൻ്റെ ഒരു ഗുണമായി പലരും പറയുന്നത് ഈ പൈലറ്റ് സ്വയം മരിച്ചിട്ടാണെങ്കിലും ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത ലഘൂകരിച്ചു എന്നുള്ളതാണ്. കാരണം എയർക്രാഫ്റ്റ് തീ പിടിച്ചിട്ടില്ല, 190 പേരുണ്ടായിരുന്ന വിമാനത്തിൽ ഇപ്പോൾ
20-ൽ താഴെ പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അത് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഒരു ട്രെയിൻ അപകടത്തിൽ മരിക്കുന്ന ആൾ പോലും ഈ ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ബസ് അപകടത്തിൽ മരിക്കുന്ന ആൾ പോലും ഇതിൽ മരിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. മരിച്ച ജീവനുകൾക്ക് വിലയുണ്ട്. അതോടൊപ്പം തന്നെ അപകടത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുൻപ് ഇന്നലെ സംസാരിച്ച ചില സാങ്കേതിക വിദഗ്ധർ പറഞ്ഞത്, ഇവിടെ ഈ പൈലറ്റ് ലാൻഡ് ചെയ്ത് അദ്ദേഹത്തിന് എന്തോ പിഴവ് സംഭവിക്കാൻ പോകുന്നു തോന്നുമ്പോൾ ഫ്ലൈറ്റ് തിരിക്കാനോ അല്ലെങ്കിൽ ടേൺ ചെയ്യാനോ ഒന്നും ശ്രമിച്ചില്ല. നേരെയാണിത് പോയത് എന്നുള്ളതാണ്. അത് ടേൺ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വിൻഡ് താഴെ മുട്ടുകയോ അല്ലെങ്കിൽ എഞ്ചിൻ താഴെ ഉലയുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. അത് അപ്പോൾ എടുത്തൊരു ഡിസിഷൻ്റെ ഭാഗമായി ഉള്ളതാണോ, അത് അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കുമോ? അത് ഈ വിത്തൗട്ട് ഡേറ്റ അതിനെപ്പറ്റി ആർക്കും പറയാൻ പറ്റത്തില്ല. എൻജിൻ ഓഫ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ലാസ്റ്റ് മിനിറ്റ് ഒരു ഈ സ്കിഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പം നമുക്ക് ഡിസിഷൻ എടുത്ത് എൻജിൻ അങ്ങ് ഓഫ് ചെയ്യാം. പക്ഷെ ഈ ഫയർ വരാതിരിക്കാൻ എൻജിനൊന്നും വേണ്ട. താഴെ ഒരഞ്ഞുള്ള ഫ്രിക്ഷനും ഫ്യൂൽ ലീക്ക് ഉണ്ടായാൽ, ഓയിൽ ലീക്ക് ഉണ്ടായാൽ ഉടനെ ഫയർ ഉണ്ടാകും. സോ ഈ പറയുന്നത് ഡേറ്റ ഇല്ലാതെ ആളുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഏത് ദുരന്തം ഉണ്ടായാലും പല എക്സ്പേർട്സ് വെളിയൊന്ന് ഞാൻ ഇങ്ങനെ കണ്ടു, അത് ഐ വിറ്റ്നസ് അക്കൗണ്ട്, ഇതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നത് ശരിയേ അല്ല. ഈ ഡേറ്റ ഇല്ലാതെ ഇതിനെപ്പറ്റി പറയുന്നത് എൻ്റെ വ്യൂവിൽ അത് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ സലി എന്ന് പറഞ്ഞ ഒരു പിക്ചർ കാണുക, അതിനകത്ത് എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയാം. പല സാഹചര്യങ്ങളും വരും, നമ്മൾ വിചാരിക്കുന്ന അല്ലായിരിക്കും ഫൈനൽ ഇത്. അതുകൊണ്ട് DFDR CVR ഡേറ്റ ഇല്ലാതെ ഒന്നും ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. സാം, ഒരൊറ്റ കാര്യം കൂടി ഇതോടൊപ്പം, ഇദ്ദേഹത്തിൻ്റെ കസിൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ഒഫീഷ്യലാണ്, കേന്ദ്ര സർക്കാർ ഒഫീഷ്യലാണ്. അദ്ദേഹം IRDAയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായ എന്തോ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, നടന്നത് ഒരു ബെല്ലി ലാൻഡിംഗ് ആയിരുന്നു. അതായത് വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ നിലത്ത് തൊടാതെ വിമാനത്തിൻ്റെ ബോഡി നിലത്ത് തൊട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ് നടന്നതെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്? ഇതും റോങ് ഡേറ്റയാണ്. ബെല്ലി ലാൻഡിംഗ് നടത്തുന്നത് ലാൻഡിംഗ് ഗിയർ വരാതിരിക്കുന്നവണെയാണ് ഓർ ഡാമേജ് ആയിരിക്കുന്നവണെയാണ്. അങ്ങനത്തെ ഒരു ഇതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പർട്ടിക്കുലർ 737 എന്ത് സ്റ്റക്ക് ആയാലും 3 വയർ സ്വിച്ചസ് ഉണ്ട്. അത് വലിച്ചാൽ ഈ ഗിയർ താഴെ വരും. സോ ബെല്ലി ലാൻഡിംഗ് ആണെന്ന് പറയുന്നത് ശരിയല്ല, ഈ ഇപ്പോഴത്തെ ഉള്ള പ്രൈമ ഫേസി ഡേറ്റ കണ്ടോണ്ട്. ശരി സാം, ഞാൻ സാമിലേക്ക് വരാം. ശ്രീ സുബൈർ, ഇവിടെ താങ്കളും ഈ വാർത്തകൾ കണ്ടതാണല്ലോ. ഈ വിമാനത്താവളത്തിൽ അത്ര വലിയൊരു പ്രശ്നം, കാരണം നമ്മൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റ് 2 വിമാനത്താവളങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ലാൻഡിങ്ങിൽ. കാരണം ഇതിനു മുമ്പ് ചെറിയ അപകടങ്ങൾ വളരെ കുറവുണ്ടായിട്ടുള്ളൂ. അബ്ദുൽ വഹാബ് തന്നെ സൂചിപ്പിച്ചു, ഈ റൺവേ തെറ്റിപ്പോവുക തുടങ്ങിയത് കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിരന്തരം വാർത്തകളാണ്. പക്ഷേ കോഴിക്കോട് ഒരുപക്ഷെ കൂടുതൽ ജാഗ്രത പൈലറ്റുമാർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം അത്തരം ചെറിയ ചെറിയ അപകടങ്ങൾ കുറവാണ് അവിടെയാണ് ഇവിടെ ഒരു വലിയ ദുരന്തമുണ്ടായത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ഒരു ലാൻഡിങ്, ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ആ ലാൻഡിങ്ങിൻ്റെ, ഇപ്പോൾ കാഠ്മണ്ഡു വിമാനത്താവളത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു, നേപ്പാൾ വിമാനത്താവളം. കാഠ്മണ്ഡു വിമാനത്താവളത്തിന് ചുറ്റും പർവ്വതങ്ങളാണ്. ആ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ, അതുപോലെ ഭൂട്ടാനിലൊരു വിമാനത്താവളമുണ്ട്, ഭൂട്ടാനിലും സമാനമാണ്. അവിടെയൊക്കെ ചില ലൈസൻസ്ഡ് ചില സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റുമാരെ അവിടെ വിമാനം ഇറക്കും. കാരണം ഒരു പ്രത്യേക ഡിഗ്രിയിൽ പർവ്വതത്തിന് മുകളിൽ വന്ന് ഒരു പ്രത്യേക ആംഗിളിൽ താഴെ ഇറങ്ങിയതിന് ശേഷം ലാൻഡ് ചെയ്യാൻ, അങ്ങനെ ഒരു സങ്കീർണതയും ഇല്ലാത്ത ഒന്നാണ് ഇവിടെ കോഴിക്കോട്. ഇവിടെ പറഞ്ഞതുപോലെ ഹ്യൂമൻ എറർ സംഭവിക്കാം, അബ്ദുൽ വഹാബ് പറഞ്ഞതുപോലെ സാങ്കേതിക പിഴവും ഉണ്ടാകാം. താങ്കൾക്ക് എന്താണ് ഇവിടെ തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ വഹാബ് സാർ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അധികം യാത്രക്കാർ ഇറങ്ങിയ 100-ലധികം ഫ്ലൈറ്റ് വന്ന ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. ഇത്തരം ഒരുപാട് ഫ്ലൈറ്റുകൾ വന്നു പോകുന്നു. ഇത് കോഡ് സിയിൽപ്പെട്ട വിമാനമാണ്. കോഡ് ഇയിൽപ്പെട്ട വിമാനങ്ങൾ വന്നു പോകുന്നു. ഒരു അപകടവും സംഭവിക്കാതെ ഇത്തരം വിമാനങ്ങളെല്ലാം വന്നു പോകുന്ന ഒരു എയർപോർട്ടിൽ വന്ന ഒരു വളരെ ചെറിയ സ്ലൈഡിങ് എന്നല്ലാതെ ഇതിനു മുമ്പ് ഇത്തരം ഒരു പ്രശ്നങ്ങളും കാലിക്കറ്റ് എയർപോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു മേജർ ആക്സിഡൻറ്റ് വന്നത് അത് കോഴിക്കോട് എയർപോർട്ടിലായിപ്പോയി എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പോൾ ATC എല്ലാം നിർദ്ദേശിച്ചത്
ശരിക്ക് പിന്നെ ഈ 2 റൺവേ കോഴിക്കോട് വിമാനത്താവളത്തിലുള്ളത്, ഒന്ന് 28-ഉം അതേപോലെ 10. ഈ 28-ലായിരുന്നു ADC നിർദ്ദേശം നൽകിയത് എന്നും ഇത് എന്ത് കാരണം കൊണ്ടാണ് 10 റൺവേയിൽ ഇറക്കാൻ തീരുമാനിച്ചത് എന്ന് അറിയില്ല എന്നൊക്കെയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട്. അതിൻ്റെ വിശദവിവരം എനിക്കറിയില്ല. എന്ന് തന്നെ ആയാലും ഈ റൺവേയിൽ ഇറക്കുന്ന കാര്യത്തിൽ വന്ന എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ ഈ അപകടത്തിലേക്ക് നീങ്ങിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും വളരെ പരിചയസമ്പന്നനായിട്ടുള്ള പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ആ ഇടപെടലുകളായിരിക്കും വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ലാൻഡിങ്ങിൽ സംഭവിച്ചിട്ടില്ലേ എന്നെനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം, നല്ല വിൻഡുണ്ടായിരുന്നു, അതേപോലെ നല്ല മഴയുണ്ടായിരുന്നു ഒരു സമയത്താണ്. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എയർപോർട്ടുകളിലും നല്ല മഴ പെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലായാലും കണ്ണൂർ എയർപോർട്ടിലൊക്കെ ആയാലും തൊട്ടടുത്തുള്ള എയർപോർട്ടിലൊക്കെ ഈ ഒരു കനത്ത മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു ഫീസിബിലിറ്റി കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കാതിരുന്നത് അതുകൊണ്ടായിരിക്കും എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ ചിന്തയിലേക്ക് വരുന്നത്. ശരി, ശ്രീ അബ്ദുൽ വഹാബ്, അപ്പോൾ പോലും നമ്മൾ ഇത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്തിരുന്നാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പോലും കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. ഈ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഉള്ളൂടെ വരുന്ന വിമാനങ്ങളുടെ ഡെൻസിറ്റി വലുതാണ്. കേരളത്തിൻ്റെ ഒരു ജിയോഗ്രഫി നോക്കുമ്പോൾ കേരളത്തിലേക്ക് ധാരാളം വിമാനങ്ങൾ വരുന്നുണ്ട്. അതിന് അത്ര യാത്രക്കാരുണ്ട്, അത് ശരിയാണ്. അത്രയും ആവശ്യകത 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ ആവശ്യകത കേരളത്തിനുണ്ട്. ഇനിയും വിമാനത്താവളങ്ങൾ വേണമെന്ന് വാദിക്കുന്നവരാണ്. ഓരോ ജില്ലയിലും കുറഞ്ഞതൊരു എയർ സ്ട്രിപ്പെങ്കിലും വേണമെന്ന് വാദിക്കുന്നവരാണ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപക്ഷെ താങ്കളുടെ പാർട്ടി ഉൾപ്പെടെ. അപ്പോൾ ഈ വിമാനങ്ങളുടെ ഡെൻസിറ്റി കൂടുന്ന സാഹചര്യത്തിൽ നിലവിലെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മതി എന്ന് നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ചും കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് പ്രത്യേകിച്ചും എയർ ഇന്ത്യ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒന്നാണ്. അതൊരു സ്വകാര്യ വിമാനത്താവളമല്ല, ഒരു കമ്പനിയുടെ കീഴിലുള്ളതല്ല. അപ്പോൾ അതിനൊരു പബ്ലിക് ഓഡിറ്റിംഗ് നടത്താമെന്നല്ലാതെ അതിൻ്റെ ഒരു കാര്യക്ഷമത, സുരക്ഷ, അതുപോലെ ഗുണമേന്മ, ഇത് മൂന്നും പൊതുജനത്തിന് അങ്ങനെ വല്ലാണ്ട് ആഗ്രഹിക്കാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഇതിങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ ശരിയാകുമോ? അങ്ങനെയല്ല. നമ്മൾക്ക് പ്രൈവറ്റും പബ്ലിക്കും ഇതിലില്ല. ഈ എയർപോർട്ട് സെക്യൂരിറ്റിയിലും എയർപോർട്ട് സേഫ്റ്റിയിലും ATCയിലും. പ്രൈവറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വാടക വാങ്ങാം, മറ്റ് സൗകര്യങ്ങൾ ചെയ്യാന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ DGCAന്റെയും അതുപോലെ കസ്റ്റംസിന്റെയും എമിഗ്രേഷന്റെയും ഒക്കെ കീഴിലാണ് എല്ലാ എയർപോർട്ടും. തെറ്റായ ധാരണയും മറ്റും. പ്രൈവറ്റ് എയർപോർട്ടിൽ എന്തു ആകാം. അവിടെ പ്രൈവറ്റ് എയർപോർട്ടിൽ കക്കൂസ് ഒക്കെ നല്ല ക്ലീൻ ചെയ്യും, ഇവിടെ ക്ലീൻ ചെയ്യില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. ഒരേ സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്, ഒരേ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡാണ്. അതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ധരിക്കുന്ന മാതിരി പ്രൈവറ്റും പബ്ലിക്കും, പബ്ലിക്കിൽ ഇങ്ങനെ പ്രൈവറ്റിൽ ഇങ്ങനെയൊന്നുമില്ല. അത് വേറെ ഇഷ്യൂ. പിന്നെ നിങ്ങൾ പറഞ്ഞു, നമ്മളെ പാർട്ടി ഞാനടക്കം വിശ്വസിക്കുന്നത് എല്ലാ സ്ഥലത്തും ഈ എയർ സ്ട്രിപ്പും അല്ലെങ്കിൽ ഹെലിപ്പാഡൊക്കെ വേണം. കാരണം കാലഘട്ടം അങ്ങനെയാണ്. ഇനി മുതൽ പണ്ടത്തെ മാതിരി പറ്റില്ല. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, മറ്റു ചുറ്റുപാട് റോഡുകളൊക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സംഗതിയിൽ അങ്ങനെയല്ലേ നോക്കേണ്ടത്. ധാരാളം എയർപോർട്ട് ഇനിയും വരണം. ആറന്മുള ഇല്ല, ഇനിയാണെങ്കിൽ മറ്റേ എന്താണ് പുതിയ ശബരിമല എയർപോർട്ട് വരട്ടെ. ഇനി വീണ്ടും അതിന്റെ ഇടയിൽ എയർപോർട്ട് ഉണ്ടെങ്കിൽ വരട്ടെ. കണ്ണൂർ ഉണ്ടെങ്കിൽ കോഴിക്കോട് വേണ്ട, കോഴിക്കോട് ഉണ്ടെങ്കിൽ കണ്ണൂർ പോകും. ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള വാദഗതികളാണ്. അല്ലെങ്കിൽ പണ്ട് പറഞ്ഞിരുന്നത് ബോംബെ ഇമ്പോർട്ടൻസ് പോകും, കേരളത്തിലെ എയർപോർട്ട് ഉണ്ടായില്ല. ആദ്യമായിട്ട് തിരുവനന്തപുരത്തെ എയർപോർട്ട് ഇന്റർനാഷണൽ ആയി. ഇതൊക്കെ വെറുതെ സില്ലി ആയിട്ടുള്ള സംഗതികളാണ്. കോഴിക്കോടും തിരുവനന്തപുരം, കോഴിക്കോടും കൊച്ചി എന്നൊക്കെ ചില ആൾക്കാർ ചെറിയ മനസ്സുകാർ പറയുന്നത്. അതിലൊന്നും കാര്യമില്ല. കോഴിക്കോട് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, പിന്നെ ഇപ്പൊ കൊച്ചി എയർപോർട്ട്, ഇനി വരാൻ പോകുന്ന ശബരിമല എയർപോർട്ട്, ഇവിടെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, ഇനിയും എയർപോർട്ടിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ നോക്കുങ്ങള്, ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഗവർണറും ഒക്കെ അപ്പൊ തന്നെ വന്നു. വേറെ ഫ്ലൈറ്റ് ഉണ്ടായതുകൊണ്ട് വന്ന്, ഹെലികോപ്റ്ററിൽ വരാൻ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലായിടത്തും കണക്ടിവിറ്റി വേണം. അപ്പൊ അതിന്റെ അർത്ഥം ഈ എല്ലാം ലൂസാക്കി വിടാന്നില്ല. അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ത്യയിലെ DGCA ലോകത്തിൽ കോമ്പറ്റിറ്റീവ് DGCA ആണ്.
ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിലേഷൻ, അവരത്ര ഈ റെഗുലേറ്ററി അതോറിറ്റി വളരെ സ്ട്രിക്റ്റ് ആണ്. ഓരോ എയർക്രാഫ്റ്റിന്റെ ഓരോ ബോൾട്ട് വരെ ഓരോ സമയത്ത് മാറ്റണമെങ്കിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് DGC ഒന്നും കുറ്റം പറയണ്ട. വൺസ് ഇൻ എ വൈൽ മേ ബി സംതിങ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ടെക്നിക്കൽ ഫോൾട്ട്, ഹ്യൂമൻ ഫോൾട്ട്. ഏറ്റവും നല്ല പൈലറ്റാണ്. അതിന്റെ അർത്ഥം എന്താണ്? കോൺഫിഡൻസും കൂടും, ചിലപ്പോൾ ഓവർ കോൺഫിഡൻസും ആകാം. ഇപ്പൊ ഞാൻ എയർപോർട്ടിലേക്ക് ദുബായിൽ നിന്ന് വരുമ്പോ കോഴിക്കോട് വെച്ചിട്ട് പൊന്തി മടങ്ങി പോകുമ്പോ അയ്യോ ഇനി എനിക്ക് മദ്രാസ് പോയിട്ട് ഇന്ന് രാത്രി കിടന്ന് നാളെ വരണല്ലോ, എങ്ങനെങ്കിലും നിറയ്ക്കാൻ മതിയായിരുന്നു പൈലറ്റ് എന്ന് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. അവിടെ ഞാൻ എന്റെ ജീവനും കാര്യങ്ങളൊന്നും അല്ലോ, എങ്ങനെ ഇറങ്ങി വീട്ടിലെത്തി. ഇതാണ് മനുഷ്യന്റെ സാധാ പാസഞ്ചറുടെ മനസ്സിൽ. അവര് ഈ ഒറ്റക്ക് ഫാമിലി വരുന്ന ആൾക്കാർ അവര് പിന്നെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയിടും, അവിടെ ഹോട്ടലിൽ നിന്ന് പിറ്റേന്ന് പോരണം, അതല്ല ഈ കണ്ണൂർ കൊണ്ടുപോയി വിടും, അവിടുന്ന് ബസ്സിന് വരണം. അപ്പൊ എല്ലാവർക്കും അവരെ ഇറങ്ങണം എന്നുണ്ടാകുക. ഇദ്ദേഹത്തിന് നമ്മുടെ പൈലറ്റ് അവിടെ ഇറങ്ങാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആള് പറയണ ATC ഞാൻ ഇവിടെ ഇറക്കുന്നില്ല, ഞാൻ കണ്ണൂർ പോവുകയാണ്, ഞാൻ കൊച്ചിയിൽ പോവുകയാണ്, ഞാൻ മദ്രാസ് പോവുകയാണ്. കാരണം കൊച്ചി ചിലപ്പോൾ അവിടെ നിൽക്കാതെ മഴയിരിക്കും, ഞാൻ മദ്രാസ് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഉണ്ടെങ്കിൽ അവർ പോകും. അവരൊക്കെ അത്ര റിസ്ക് എടുക്കാറില്ല പൊതുവെ. പിന്നെ നേരത്തെ ക്യാപ്റ്റൻ സാം പറഞ്ഞ ഫാറ്റീഗ് ആണോ, എങ്കിൽ ഇറങ്ങിയിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ നല്ലതാണ്. അതൊക്കെ അവരവന് ആ സമയത്ത് തോന്നുന്ന 1 സെക്കൻഡ് 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് തോന്നുന്ന സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട. സംഭവിച്ചു. അതിന്റെ റീസൺസ് ഒക്കെ അവർ അന്വേഷിച്ച് വരട്ടെ. ബ്ലാക്ക് ബോക്സും കിട്ടിയിട്ടുണ്ട്, മുമ്പത്തും കിട്ടിയിട്ടുണ്ട്, ബാക്കത്തും കിട്ടിയിട്ടുണ്ട്, രാവിലത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരതൊക്കെ വെച്ച് പഠിക്കട്ടെ. പഠിച്ചിട്ട് അവർ ശരിക്കും റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ റൺവേനെ താറാനെ നമുക്ക് കൂടുതൽ ശരിയാക്കാം. വെള്ളമായിരുന്നെങ്കിൽ അത് ശരിയാക്കാം. പക്ഷെ DGCയുടെ ഓഫീസർ ഇന്ന് രാവിലെ പറഞ്ഞത് എല്ലാ സംഗതികളും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആർക്കും ഒരു ലീനിയൻസി കൊടുക്കാറില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ കറക്റ്റ് ആയിരുന്നു ഇന്നലെ വരെ. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ അറിയാത്തത് എന്നവർ നോക്കട്ടെ. അതല്ലാതെ നമ്മൾ മുൻവിധി വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ശരി. ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ യൂജിൻ യൂസുഫ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. യൂജിൻ, പൊതുവെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും ആ അവസാന സമയത്ത് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. 7:40 ലാൻഡ് ചെയ്യേണ്ട വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ട് മുമ്പ് ഒരു ഗോ അറൗണ്ടിന് പോവുകയായിരുന്നു എന്നാണ് ഈ ഫ്ലൈറ്റ് ട്രാക്കറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് കനത്ത മഴയായിരുന്നു. അതെ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട സമയമായിട്ടും ഒരു 20 മിനിറ്റോളം ഫ്ലൈറ്റ് എയറിൽ തന്നെ കുറെ നേരം സർക്കിൾ ചെയ്ത് കളിച്ചിരുന്നു. അപ്പം ശരിക്കും ഞങ്ങള് പാസഞ്ചേഴ്സ് വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റൺവേ ക്ലിയർ ആവാത്തത് കൊണ്ട്, പൈലറ്റ് റൺവേ ക്ലിയർ ആവാത്തതുകൊണ്ട് വെതർ മോശമായത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ നമ്മളൊരു 45 മിനിറ്റ് മുൻപ് പൈലറ്റിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കാലിക്കറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ആക്ച്വലി ലാൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ലോക്കൽ ടെമ്പറേച്ചറും ടൈമും ഒക്കെ പറയാറുണ്ട്. ആ ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാൻഡ് ചെയ്തതും ഫ്ലൈറ്റ് ഒരു 2 സെക്കൻഡ് കൊണ്ട് ഫ്ലൈറ്റ് ക്രാഷ് ആവുകയാണ് ചെയ്തത്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികത അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? ലാൻഡ് ചെയ്തത് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം നല്ലൊരു ഫോഴ്സിലാണ് ഫ്ലൈറ്റ് നിലത്ത് ലാൻഡ് ചെയ്തത്. അതായത് ഒരു ലാൻഡിംഗ് ആംഗിളിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന രീതിയിലൊരു ആഘാതം താഴെ നിന്നുണ്ടായി. അതെ, ഉണ്ടായി. അപ്പം നോർമലി ഉള്ളൊരു ലാൻഡിംഗ് പോലെ അത് ഫീൽ ചെയ്തില്ല. ആ ഫീൽ ചെയ്യുന്ന നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ അത് ക്രാഷ് കഴിഞ്ഞിരുന്നു. ആ സമയം കൊണ്ട് തന്നെ ഈ അപകടം സംഭവിച്ചിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ആക്ച്വലി എനിക്കാണെങ്കിൽ പോലും ഫ്ലൈറ്റ് അപകടം ആണ് നടന്നതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് ഇവിടെ സംഭവിച്ചത്. പൊടുന്നനെ ഫ്ലൈറ്റ് നിൽക്കുന്ന ഫീലാണോ അതോ താഴേക്ക് പോകുന്ന ഫീലാണോ ഉണ്ടായത്? ഇല്ല, ഫ്ലൈറ്റ് ശരിക്കും നമ്മളെല്ലാവരും ഒരു നിമിഷം ഒന്ന് എയറിൽ നിന്നിട്ട് ഫ്ലൈറ്റ് ഒരു ചെറുതായിട്ടൊന്ന് ജെർക്ക് ചെയ്തിട്ട് പിന്നെ എന്തിനോ കൊണ്ട് ഹിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറെ വണ്ടി ഹിറ്റ് ചെയ്യുന്നുണ്ട്. സെന്റർ പോർഷൻ ഫ്ലൈറ്റിന്റെ പൊട്ടി വീഴുന്നുണ്ട്. ആൾക്കാര് എല്ലാരും തെറിച്ചു പോകുന്നുണ്ട്. യൂജിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? എനിക്ക് പരിക്ക് പറ്റിയില്ല. ഞാൻ ബാക്കിലായിരുന്നുണ്ട്. എന്റെ ചുണ്ട് ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടൊന്നല്ലാതെ എനിക്ക് വേറെ കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല. ഓക്കെ. ഇത് സംഭവിച്ച എത്ര സമയം കഴിഞ്ഞാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്? വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ എത്തിയോ? കുറച്ച് സമയം എടുത്തു. കാരണം അവിടുന്ന് കുറച്ച് ലോക്കൽ പീപ്പിൾസ് കുറച്ച് എത്താൻ അവർ കുറച്ച് എത്തിയിരുന്നു. അപ്പം ഞങ്ങള് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന അധികം സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഒരുപാട് കരയാൻ തുടങ്ങി. എല്ലാവരും കുട്ടികളും സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. അപ്പം എന്റെ ബാക്കിലുണ്ടായിരുന്ന 2 സ്ത്രീകളും അവരെ 2 കുട്ടികളായിരുന്നു. അപ്പൊ അവര് ഞങ്ങൾ നോക്കി അവർ ഓക്കെയാണ്, സേഫ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
അറ്റ് ദ സെയിം ടൈം ഞാൻ ബാക്കിലേക്ക് വന്നിട്ട് ബാക്കിലെ പോർഷൻ പൊളിഞ്ഞിരുന്നു. അപ്പൊ അതിലെ വന്നിട്ട് ബാക്കിലെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കിലെ ഫ്ലൈറ്റിന്റെ വാലിന്റെ മുകളിൽ ഞാൻ കയറി നിന്നു. ഒരു 20 മിനിറ്റോളം ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ ആരെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഈ കുട്ടികളെയും ഈ സ്ത്രീകളെ ഇവിടുന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ നേരം ഷൗട്ട് ചെയ്തു. പക്ഷെ ആർക്കും അങ്ങോട്ട് വരാൻ പറ്റിയില്ല. കാരണം നല്ലൊരു ഹൈറ്റിലാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ നല്ല ഹൈറ്റിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അറ്റ് ദ സെയിം ടൈം താഴെ കുറച്ച് കാടൊക്കെ കൂടിക്കിടക്കായിരുന്നു. അതുപോലെ ഫ്യൂവല് ലീക്ക് ആവുന്നുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു അവിടുന്ന്. പിന്നെ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഞാൻ 20 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്തു. എന്നിട്ടാണ് CRPF സെൻട്രൽ പോർഷനിൽ കൂടെ കയറിയിട്ട് ഞാൻ ഇരുന്ന സീറ്റിന്റെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് CRPF അടുത്ത് ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. റൈറ്റ്. ഈ വിമാനം കിടക്കുന്നത് കണ്ടാൽ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വലിയ ക്രാഷായിട്ട് തോന്നുകയില്ലായിരുന്നു. കാരണം എനിക്ക് ആദ്യം ലഭിച്ചൊരു മെസ്സേജ് ഒരു വിമാനം റോഡിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. അതായത് ഈ അപകടം നടന്ന ഉടനെ തന്നെ എനിക്ക് ലഭിച്ചൊരു മെസ്സേജാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു അപകടം നടന്നതായ ഫീൽ ഉണ്ടാവില്ലായിരുന്നു. അത് വെറുതെ എന്തോ സ്കിഡായി വീണ പോലെയാണോ തോന്നിയത്? അതെ, അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് ഇതൊരു ഇത്ര വലിയ അപകടമാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഫ്ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇതിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റിന് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ ഉള്ളിലുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായില്ല. അത് മനസ്സിലായിരുന്നു ആക്സിഡന്റിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒന്നും അനങ്ങാതെ ഒരുപാട് പേര് അവിടെ ഇരിക്കാൻ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. റൈറ്റ്. അപ്പോൾ അബോധാവസ്ഥയിലുള്ള ആൾക്കാരും ആ കൂട്ടത്തിൽ ഉണ്ടാകാം. കാരണം അവര് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ടോ ഒന്നും പറയുന്നില്ല. അവര് വെറുതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവര് ജീവനോടെ ഉള്ളത് തന്നെ ഭാഗ്യമാണ്. ഞാൻ കാണുന്നുണ്ട് ഒരാൾ കണ്ണു തുറന്നിരിക്കുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അവരൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. ശരി യുജിൻ, ഒരു കാര്യം കൂടി, ഈ അപകടം നടന്ന് പുറത്തിറങ്ങുമ്പോൾ കനത്ത മഴ ഉണ്ടായിരുന്നോ? മഴ ഉണ്ടായിരുന്നു. റൈറ്റ്. നന്ദി. കനത്ത മഴ, നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. നല്ല രീതി. ഓക്കെ, നന്ദി യുജിൻ ഈ ഘട്ടത്തിൽ താങ്കളുടെ അനുഭവം പങ്കുവച്ചതിന്. അതുപോലെ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിന് ആശംസയും അർപ്പിക്കുന്നു. എന്തായാലും നന്ദി. ഞാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സാം, ഇവിടെ നോക്കൂ, നടന്നതിൻ്റെ ഏറെക്കുറെ ഒരു പിക്ചർ സാമിനും മനസ്സിലായി കാണും. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നു. മഴ തന്നെയായിരിക്കും വില്ലൻ എന്നൊരു അനുമാനം യുക്തിസഹമാണോ ഈ ഘട്ടത്തിൽ? മഴ ഒരു പ്രശ്നമാണെന്ന് ഇതിനകത്ത് ഷുവറാണ്. ബട്ട് അത് വെറും മഴയായിട്ട് ഒരു ആക്സിഡന്റ് കോസ് ചെയ്യത്തില്ല. പിന്നെ ഈ പാസഞ്ചേഴ്സ് യൂജിൻ പറഞ്ഞ പോലെ ഇമ്പാക്ട് ഷോക്ക് എന്ന് പറയും അതിന്. എയർ ക്രാഷ് ഓർ എയർ ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടെ ആർക്കും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഷോക്കിലേക്കാണ് പാസഞ്ചേഴ്സ് പോകുന്നത്. അതിനാണ് ക്യാബിൻ ക്രൂ ഈ ഇൻസ്ട്രക്ഷൻസ് മൈക്കിൽ കൂടെ മെഗാഫോണിൽ കൂടെ ഒക്കെ പറയുന്നത്. പക്ഷെ ഈ കേസിൽ ക്യാബിൻ ക്രൂ ഇരിക്കുന്നത് മെയിൻ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന മുമ്പിലാണ്. ഈ പോർഷൻ ഡിസ്കണക്ട് ആയി പോയതുകൊണ്ട് അവർ പറഞ്ഞാലും അതിന് അവർ ഇഞ്ചുറിയും കാണും. ബട്ട് അവർ പറഞ്ഞ ഇവർ കേൾക്കത്തുമില്ല. അത് ഒരു മെയിൻ റീസൺ ആണ്. മഴ ഒരു കാരണമാണ് ഷുവർ. ബട്ട് വെറും മഴയല്ല, അതിൻ്റെ കൂടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അത് DFDR ഡേറ്റ ഇല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ പറയാനുള്ളത്, ഈ കോവിഡ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും സ്റ്റാഫ് കുറച്ചാണ് വരുന്നത്. ATC ആയിരിക്കട്ടെ, ഫയർഫോഴ്സ്, ഈ എമർജൻസി സർവീസസ്, ഇവിടെ എല്ലാം സ്റ്റാഫ് കുറവാണ്. അതേപോലെ പൈലറ്റ്സ്, ഇപ്പോൾ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിലെ പൈലറ്റ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു പുള്ളി 9 ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മാസം, ഈ 1.5 മാസത്തിനാണ്. അത് ഒരു സ്ട്രെസ് ലെവലാണ്. എല്ലാ ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യുക, അത് നെഗറ്റീവ് ആകുന്നിടം വരെ ഒരിടത്തിരിക്കുക, അത് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആണെങ്കിൽ തിരിച്ചു വരിക. വേറൊരു കാര്യം, ഇവർ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ 28 ദിവസത്തെ ക്വാറന്റീൻ ആണ് വിതൗട്ട് സാലറി. ഇതൊക്കെ സ്ട്രെസ് ഫാക്ടേഴ്സ് ഓഫ് പൈലറ്റ്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. പറഞ്ഞ ഉടനെ അവർക്ക് ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ആണ്. അതൊരു മെയിൻ റീസൺ ആണ്. സ്ട്രെസ്സും ഫെറ്റീഗും ഇതിനകത്ത് മെയിൻ കാരണമായിട്ട് ഞാൻ കാണുന്നത്. മഴ ഒരു മൈനർ ഇഷ്യൂ മാത്രമേ ഉള്ളൂ.
റൈറ്റ്. ഒരു കാര്യം കൂടി സാമ്, ഈ നമ്മൾ ഈ റെസയുടെ കാര്യം പറഞ്ഞു. അതൊരു റൺവേയുടെ ഏറ്റവും അറ്റത്ത് അതിൻ്റെ ഒരു പരമാവധി പോകാൻ കഴിയുന്ന വിമാനത്തിന് പോകാൻ കഴിയുന്നതിനെ തുടർന്ന് കുറച്ചൊരു സേഫ്റ്റി, ഒരു ബഫർ സോൺ പോലെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് അതൊരു 200 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ 200 മീറ്റർ ഒരു മാനദണ്ഡമാണ്. അതായത് ഒരു വിമാനം വട്ടം തിരിഞ്ഞാൽ പോലും ആവശ്യത്തിന് സ്ഥലം ഉണ്ടാവുക, അതായത് ഒരു റൺവേയുടെ വീതിയുടെ ഇരട്ടിയോളം ഉണ്ടാവുക എന്നുള്ളതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഈ റെസ റീജിയനിൽ അവിടെയാണ് ഈ അറസ്റ്റർ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനമല്ല, ഒരു എക്സ്ട്രാ സേഫ്റ്റി മെഷറാണ്. വിമാനം സ്കിഡായി, റൺവേയിൽ സ്കിഡായി മുമ്പോട്ട് പോയാൽ അവിടെ അതിൽ പാകിയിരിക്കുന്ന ഒരു പ്രത്യേക മെറ്റീരിയൽ വിമാനത്തിൻ്റെ ടയറുകളിൽ കൂടുതൽ കർഷണം ഉപയോഗിച്ച് വിമാനം നിർത്താൻ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ കോഴിക്കോട് എയർപോർട്ടിൽ അങ്ങനെ അതായത് ഈ റീകാർപ്പറ്റിങ്ങിന് ശേഷം അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? കേരളത്തിലെ ഏതെങ്കിലും എയർപോർട്ടുകളിൽ അതുണ്ടോ, പ്രത്യേകിച്ചും മഴ ധാരാളമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക്? ഈ അറസ്റ്റർ എന്ന് പറയുന്ന കാര്യം ചില ചുരുക്കം എയർപോർട്ട്സിലേ ഉള്ളൂ. അത് ഒരു 10 വർഷം ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർപോർട്ട്സിൽ അറസ്റ്റർ ബാരിയർ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. സിവിലിയൻ എയർപോർട്ട്സിൽ അതില്ല. സിവിലിയൻ എയർപോർട്ട്സിന്റെ ടൈപ്പ് ഓഫ് അറസ്റ്റർ ബാരിയറും ചുരുക്കം എയർപോർട്ട്സിലേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടെയില്ല. അത് വലിയതായിട്ട് യൂസ് ആവുന്നില്ല. റെസ തന്നെ മോഡിഫൈ ചെയ്ത് ഇതിനൊരു പ്രത്യേക കോൺക്രീറ്റ് കോമ്പൗണ്ട് ഇടും. ഇതിനകത്ത് എയർക്രാഫ്റ്റ് സിങ്ക് ചെയ്യും, ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ചെയ്യും. അതേ ഉള്ള ഒരു മോഡിഫിക്കേഷൻ. അറസ്റ്റർ കൊണ്ട് കമേഴ്ഷ്യൽ ഫ്ലൈറ്റിന് പ്രത്യേക ഗുണമില്ല എന്നാണോ? അറസ്റ്റർ ബാരിയർ 60s എങ്ങാണ്ട് കോൺകോർഡിന് വേണ്ടി മാത്രം യൂസ് ചെയ്ത ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന് വേണ്ടി ഉള്ള റൺവേസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. സിവിലിയൻ എയർക്രാഫ്റ്റ്സിന് ഇല്ല. ലോകത്തെവിടെയും ഇല്ല എന്നാണോ? ലോകത്ത് ചുരുക്കം ഇടത്തുണ്ട്. അതാരും യൂസ് ചെയ്തിട്ടുമില്ല. എൻ്റെ അറിവിൽ അങ്ങനത്തെ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഫ്ലൈ ചെയ്യുന്നു. ഞാനിത് സംഭവം ഒരിടത്ത് മാത്രം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാരീസിലോ എങ്ങാണ്ടായിരിക്കും അത്. പക്ഷേ ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ മുഴുവൻ വരുന്ന വാർത്തകളിലെ പ്രധാന ഊന്നൽ ഈ 10 വർഷം മുൻപ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി അറസ്റ്റർ വേണം, ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ടുകൾക്കെല്ലാം അറസ്റ്റർ വേണമെന്ന് നിർബന്ധിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം അവഗണിച്ചു, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അവഗണിച്ചു എന്നെല്ലാമാണ് വിലാപങ്ങൾ. അത് ശരിയാണ്. ബട്ട് പല ആക്സിഡൻസ് കഴിഞ്ഞ ഉടനെ ഒരു റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നടക്കുന്ന എന്തുവാന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് പിന്നെ അത് കഴിഞ്ഞ് ആരും കേൾക്കത്തില്ല. 1996 കേൽക്കർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നായിരുന്നു. അതിൽ 4000 എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഇന്ന് വരെ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന റിപ്പോർട്ടും റെക്കമെൻഡേഷൻസിലും എല്ലാം ബുക്സിൽ മാത്രമേ ഉള്ളൂ. റൈറ്റ്. എന്തായാലും ആ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് ആർക്കാണെങ്കിലും എത്താൻ കഴിയൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ നാം അല്ലാതെ സ്വീകരിക്കേണ്ട കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, സേഫ്റ്റി മെഷേഴ്സ് സംബന്ധിച്ച ചർച്ച പൊതുസമൂഹം കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. വളരെയധികം നന്ദി ശ്രീ സാം, AP അബ്ദുൽ വഹാബ് MP, ശ്രീ സുബൈർ, യൂജിൻ യൂസുഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്. ഒരിടവേള.